നോക്കി നീ ഞാൻ ചെയ്തതെന്ന് പറയാം, പറ്റുന്ന പോലെ ചെയ്തങ്ങ് പോയി. ഷോപ്പ് കീപ്പർ ഏൺസ് എ പ്രോഫിറ്റ് ഓഫ് 16 രൂപ 3. 16 രൂപ 3 എന്ന് പറയുമ്പോൾ 1/6 ആണ്. 1/6 എന്ന് പറയും ഇതൊക്കെ ഞാൻ പറഞ്ഞതിന് കൺഫ്യൂഷൻ ഉണ്ട്. ഇതൊക്കെ എന്റെ കയ്യിൽ നിന്ന് പോയിരിക്കുക. 1/6 ആണെന്ന് തോന്നുന്നു. 1/6 ആണെങ്കിൽ ഏൺസ് പ്രോഫിറ്റ് ആണ് 1/6. അപ്പൊ 6, 7 CP SP വന്ന് അത് കഴിഞ്ഞിട്ട് 1/8 ഡിസ്കൗണ്ട് ഉണ്ട്. ഓൺ പ്രിന്റഡ് പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് തന്നെയാണ്. 1/8 ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 8, 7 അത് മാച്ച് ആയി, കുഴപ്പമില്ല. 6, 8, 7 ആണ് റേഷ്യോ. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് കോസ്റ്റ് പ്രൈസ് ആൻഡ് പ്രിന്റഡ് പ്രൈസ്. കോസ്റ്റ് പ്രൈസും പ്രിന്റഡ് പ്രൈസും 3:4. അടുത്തത് സെയിൽസ്മാൻ ഹാസ് 6 റെഡും 5 ബ്ലാക്ക് ഷർട്ടും ഉണ്ട്. 2 ഷർട്ട് ആ പിക്ഡ് റാൻഡംലി. ദെൻ വാട്ട്സ് എ പ്രോബബിലിറ്റി? ക്വസ്റ്റ്യൻ മാർക്ക് പോയാ. 6 റെഡും ഉണ്ട്, 5 ബ്ലാക്കും ഉണ്ട്. 2 ഷർട്ട് പെട്ടെന്ന് എടുക്കുകയാണ്. അപ്പൊ എന്തൊക്കെയുണ്ട്? 6 റെഡും 5 ബ്ലാക്കും ഉണ്ട്. അതിൽ നിന്ന് 2 എണ്ണമാണ് എടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ എടുക്കാം നമുക്ക്? സെയിം കളർ വരണം. സെയിം കളർ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ 2 ഇതിൽ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ 2 ഇതിൽ നിന്ന് എടുക്കാം. അപ്പം എന്നുവെച്ചാൽ ഓർ കേസ് ആണ്. 6C2 ഓർ 6ൽ നിന്ന് 2 എണ്ണം എടുക്കുന്നു, അല്ലെങ്കിൽ 5C2 5ൽ നിന്ന് 2 എണ്ണം എടുക്കുന്നു. ഓർ കേസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? പ്ലസ് ആ വരുന്നത്. പ്രോബബിലിറ്റി ആയതുകൊണ്ട് നമുക്ക് എന്ത് വരണം? ടോട്ടൽ പ്രോബബിലിറ്റി. ടോട്ടൽ എന്ന് പറയുമ്പോൾ 11 എണ്ണത്തിൽ നിന്ന് നമ്മൾ 2 എണ്ണം എടുക്കും. 6C2 എന്ന് പറയുമ്പോഴത്തേക്ക് മനസ്സിൽ ചെയ്ത് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 3 × 5 15 പ്ലസ് 5 × 2 10 ബൈ 11 85. അപ്പോൾ എത്ര വരുന്നത്? 25/55 എന്ന് പറയുമ്പോൾ 5/11. 5/11. ഓക്കെ. അത് കഴിഞ്ഞിട്ട് റേഷ്യോ ഓഫ് ദ കോസ്റ്റ് പ്രൈസ് ടു മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 3:5 ആണ്. ആൻഡ് റേഷ്യോ ഓഫ് ദ ലോസ് ടു ഡിസ്കൗണ്ട് നമ്മുടെ മറ്റേ മെത്തേഡ് അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ CP ഉണ്ട്, MP ഉണ്ട്, SP ഉണ്ട്. അതിനകത്ത് കോസ്റ്റ് പ്രൈസ് MP തന്നിട്ടുണ്ട്. എത്രയാണ്? 3:5. ആൻഡ് ദ റേഷ്യോ ഓഫ് ലോസും ഡിസ്കൗണ്ടും. ലോസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഓവറാൾ ആണ് നമ്മൾ ലോസ് പറയുന്നത് അല്ലേ? ലോസ് എന്ന് പറയുമ്പോൾ ഇവിടെ -1 ആണ്. ഇവരുടെ റേഷ്യോ ഞാൻ സൈൻ ഇടാറുണ്ട്. ആൻഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 4 ആണ്. അവിടെയും ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ അത് മൈനസ് തന്നെ ആയിരിക്കും. അപ്പൊ ഇവരുടെ റേഷ്യോ തന്നിട്ട് നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. ഓവറാള് -1 വരണം. ഇവിടെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? -4 ആണ്. നമുക്ക് ഇവിടെ 3 വന്നാൽ മാത്രമേ 3ന്ന് 4 പോയി കഴിഞ്ഞാൽ -1 വരും. 3ന്ന് 4 പോയി കഴിഞ്ഞാൽ -1 വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് വെച്ചിട്ട് കണക്ട് ചെയ്യാം. മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് 3 മാർക്കപ്പ് ചെയ്ത് അതിൽ നിന്ന് 4 ഡിസ്കൗണ്ട് കൊടുത്ത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ലോസ് എന്നാ കിട്ടിയത്. ഇനി പക്ഷെ അതിനനുസരിച്ച് മാച്ച് ചെയ്താൽ മതി. ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. 1 ആണ് ഇവിടെ 3 എന്ന് പറയുന്നത്. ഞാൻ കറക്റ്റ് ചെയ്യാണ്. × 3 ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആവുമല്ലോ. ഇപ്പൊ 9ഉം × 3 ആണോ? 15 സെറ്റ് ആയില്ലല്ലോ. അല്ല സോറി. അവിടെ ഡിസ്കൗണ്ട് 2 ആയിരുന്നല്ലേ. 2 ആണ് 3 എന്ന് പറയുന്നത്. 2, 3 എന്ന് പറയുമ്പോഴത്തേക്ക് റേഷ്യോനെ മാച്ച് ചെയ്യാന്ന് അറിയാലോ. മീൻസ് നമ്മുടെ ഇവരൊരു സെറ്റാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവരെ ഫോക്കസ് ചെയ്തുകൊണ്ടാ. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ 2 ആണ് 3 എന്ന് പറയുന്നത്. 2, 3 ആണെങ്കിൽ 3 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 2, 3 ആണെങ്കിൽ 3 എന്ന് പറയുമ്പോൾ 9/2 4.5 എന്ന് കിട്ടും. അപ്പൊ ഇവിടുത്തെ വാല്യൂ 4.5 എന്ന് കിട്ടും. ഈ വാല്യൂ എന്ന് പറയുന്നതോ 5 എന്ന് പറയുന്നത് 15/2 7.5 എന്ന് കിട്ടും. ഇപ്പൊ സെറ്റായില്ലേ? ഇപ്പൊ എത്രയായി? CP 4.5, MP 7.5. ഇപ്പൊ ഡിഫറൻസ് കറക്റ്റ് ആയി. 3 തന്നെ വന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 4.5ന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 3.5 എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ആയിട്ട് കിട്ടും. അപ്പോഴും അവിടെ റേഷ്യോ മാച്ച് ചെയ്താണ്ട് 7.5ന്ന് 4 ഡിസ്കൗണ്ട് കൊടുത്ത്. നമ്മുടെ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ഡിസ്കൗണ്ട് ഗിവൺ എന്നാണ്. ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ എത്ര ഡിസ്കൗണ്ട്? 4 ബൈ മാർക്കറ്റ് പ്രൈസിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്കൗണ്ട് കൊടുക്കുന്നത് 7.5. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 8/7 8/15. 8/15 എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്രാക്ഷൻ എടുക്കേണ്ടി വരും. 1/15 എത്രയാണ് വരുന്നത്? 1/15 എന്ന് പറയുമ്പോഴത്തേക്ക് 6.66.
0.66 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 48 എന്ന് പറയുമ്പോൾ 8 12 13 5 53.28. ഓക്കെ, അപ്പം ഈ ടൈപ്പിൽ വരുന്ന 2-3 ക്വസ്റ്റ്യൻ ഈ മെറ്റീരിയലിൽ തന്നെ കിടപ്പുണ്ട്. ഇത് വേറെ ഒന്നും അത് സാധനം കിട്ടത്തില്ല. ഇപ്പൊ ഈ കേസിലെന്ന് പറയുമ്പോൾ അടുത്ത വരുന്ന ഏതാണ്? ഓൺ സെല്ലിങ് 40 ആർട്ടിക്കിൾ ഫോർ 68 എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 ആർട്ടിക്കിളിന് 68 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ അല്ല, 40 ആർട്ടിക്കിൾ 68 രൂപയ്ക്ക് വിറ്റപ്പോഴത്തേക്ക് 40 ആർട്ടിക്കിൾ 68 രൂപ എന്ന് പറയുമ്പോൾ ഒരു ആർട്ടിക്കിളിന് എത്രയാണ് വരുന്നത്? 68/40 അവന്റെ സെല്ലിംഗ് പ്രൈസ്. ആ പ്രൈസിന് സെല്ല് ചെയ്തപ്പോഴത്തേക്ക് അവന്റെ ലോസ് എത്രയായിരുന്നു? 25% ലോസ്. 1/4 4 3. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ആർട്ടിക്കിൾ ഹി ഷുഡ് സെൽ ഫോർ 51? ഇവിടെ എന്ന് പറയുമ്പോൾ എത്രയാണ്? 40 ആർട്ടിക്കിള് 68 രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ കിടക്കുന്നത് ഏതാണ്? പൈസയും താഴെ കിടക്കുന്നത് ആർട്ടിക്കിളുമാണ്. ഇവിടെ എന്താ പറയുന്നത്? ഹൗ മെനി ആർട്ടിക്കിൾ ഹി ഷുഡ് സെൽ ഫോർ 51 ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ്. ഇതിന് ഷോർട്ട് കട്ട് ഉണ്ട്, പക്ഷെ മറന്നുപോയി. ഷോർട്ട് കട്ട് ഇതല്ലാണ്ട് കൺവെൻഷനിലൊന്നും ചെയ്തേ, അല്ല നോർമലി ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കും. ഞാൻ ഷോർട്ട് കട്ട് തപ്പട്ടെ. കിട്ടി. നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയാ? എന്റെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 40 ആർട്ടിക്കിള് 68 രൂപയ്ക്ക്. അങ്ങനെയാണെങ്കിൽ ഒരു ആർട്ടിക്കിൾ എത്രയാണ് വരുന്നത്? 68/40 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. അപ്പൊ എത്ര കിട്ടി? 25% ലോസ് ആണ്. 25% ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ 100ന്റെ ബേസിൽ എങ്ങനെ പറയുന്നത്? 75%. 75 ആണ് 68/40. അങ്ങനെയാണെങ്കിൽ 125 കിട്ടണമെന്ന് പറയുമ്പോൾ എത്ര വരണം? 112.5 എന്ന് പറയുന്നത് എത്ര വരണം? റുപ്പീസ് ആണ് 51. റുപ്പീസ് എന്ന് പറയുമ്പോഴത്തേക്ക് 51/x. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് കിട്ടും. എത്ര ആർട്ടിക്കിൾ? എക്സ് ആർട്ടിക്കിളിന് 51 രൂപയാണെങ്കിൽ ഒരു ആർട്ടിക്കിളിന് 51/x. അല്ല, രണ്ട് ഇക്വേഷൻ ആയിട്ട് അത് രണ്ടും സോൾവ് ചെയ്തിട്ടാ പോരെ? ഈക്വൽ ഏതാടാ? ഇപ്പൊ 68/40 into 4/3 equal to 4/3 51x. പറ്റുമോ? അങ്ങനെയാണെങ്കിൽ കറങ്ങി വരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണത്തിന്റെ പ്രൈസ് എത്രയാ? ഒരെണ്ണത്തിന്റെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് 68/40. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇതെന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ് അല്ലേ? അല്ല, ഓക്കെ, സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പൊ ലോസാ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 3. ഇത് സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് സി പി കണ്ടുപിടിക്കാൻ പറ്റും. സി പി എത്രയാ കണ്ടുപിടിക്കണം? സി പി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇപ്പൊ ഇതിൽ നമുക്ക് 3 ആണ് ഇത്. അങ്ങനെയാണെങ്കിൽ 4 കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റു 4/3 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? സി പി കിട്ടും. ഇപ്പൊ സി പി കിട്ടി. ഇനി എന്ത് വേണം? ഇതിനെ എനിക്ക് അല്ല, പക്ഷെ അങ്ങനെ കിട്ടുമോ? ഏതാടാ? ഇപ്പൊ സി പി കിട്ടിയല്ലോ. അത് ഒരെണ്ണത്തിന്റെ സി പി കിട്ടി. അത് ഇൻറ്റു 9/5 ആണല്ലോ മറ്റേ 51 എന്ന് പറയണത്. 9/8 ആണ് ഉദ്ദേശിച്ചത്? 9/8. ഇതെന്ന് പറയുന്നത് ആ പ്രോഫിറ്റിന്റെ ഏതാണ്? അല്ല, ഇതെന്ന് പറയുമ്പോൾ ആ ഒരു പ്രോഫിറ്റ് കിട്ടുന്ന സെല്ലിംഗ് പ്രൈസ്. അപ്പൊ അടുത്ത സെല്ലിംഗ് പ്രൈസ് വന്നു. പക്ഷെ സെല്ലിംഗ് പ്രൈസ് എക്സ്, അത് ഇൻറ്റു എക്സ് ആണ് 51 എന്ന് പറയണത്. അങ്ങനെയല്ലേ? അതന്നെ, അത് വേണമെങ്കിൽ എടുക്കാം. അതേ ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഐറ്റം 51 വന്നു. ഇതെന്ന് പറയുമ്പോ
ഇത്ര ആയപ്പോഴത്തേക്ക് പുതിയ സെല്ലിംഗ് പ്രൈസ് കിട്ടി. സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു നമ്പർ ഓഫ് ഐറ്റം എന്ന് പറയുന്നത് 51 രൂപ. ഓക്കെ, അങ്ങനെയും ചെയ്യാം. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇതിന്റെ ഡയറക്റ്റ് മെത്തേഡ് മറ്റേ സാധനം, പെട്ടെന്ന് ടു ബി ഷോർട്ട് കട്ട്, ഏറ്റവും ഷോർട്ടായിട്ട് പോകുന്ന സാധനം എത്രയായിരുന്നു? 75 എന്ന് പറയുന്നത് 68/40 ആയിരുന്നു. അല്ല, ഒരെണ്ണം 40 എണ്ണത്തിന് 60 ഉണ്ടെങ്കിൽ 68/40. അങ്ങനെയാണെങ്കിൽ 112 എന്ന് പറയുന്നത് എത്രയാണ് കണ്ടുപിടിക്കാം? 51/x. ഇതിൽ പെട്ടെന്ന് കണ്ടുപിടി. 25ന്റെ മൾട്ടിപ്ലിക്കേഷൻ പെട്ടെന്ന് 25 ഇൻറ്റു, ഇവിടെ ഞാൻ ഒരു ഇതാക്കി. അപ്പൊ 25 × 30, 25 ഇൻറ്റു 1000 ആകുമ്പോഴത്തേക്ക് എത്ര? 1000 ആകുമ്പോൾ 8ഉം 125 ആകുമ്പോഴത്തേക്ക് 5, 8ഉം 5ഉം കൂടെ 13. 13 വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്യേണ്ടി വരും. കുഴപ്പമില്ല, പെട്ടെന്ന് കട്ടി. കട്ടി. സോൾവ് ചെയ്തേ. 20. അടുത്ത ദ കോസ്റ്റ് ഓഫ് 20 പെൻ എന്ന് പറയുന്ന സെയിം ആസ്. ഓക്കെ, 20 പെന്നിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 16 എണ്ണത്തിന്റെ അല്ല, കോസ്റ്റ് പ്രൈസ് തിരിച്ചു പോയി, സോറി. കോസ്റ്റ് പ്രൈസ് ഓഫ് 20 പെൻ എന്ന് പറയുന്നത് 16 എണ്ണത്തിന്റെ സെല്ലിംഗ് പ്രൈസ് ആണ്. അതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? SP/CP എന്ന് പറയുന്നത് 20/16 = 4 × 5/4. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് 1/4 ഒക്കെ കിട്ടുമെന്ന് നമുക്ക് എല്ലാം റെഡിയാണ്. ഇനി എന്താ പറയുന്നത്? ആൻഡ് ദ പ്രോഫിറ്റ് ഏൺഡ് ഓൺ 4 പെൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഏൺ. അപ്പം ഈ കേസിലെന്ന് പറയുമ്പം ഞാൻ റേഷ്യോ എടുത്ത് എങ്ങനെയാണ്? SP5, CP എന്ന് പറയുന്നത് 4, അങ്ങനെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1. ഇനി എന്താ പറയുന്നത്? പ്രോഫിറ്റ് ഏൺഡ് ഓൺ 4 പെൻ എന്ന് പറയുമ്പോൾ ഒരു പെന്നിന് 1 രൂപ പ്രോഫിറ്റ് ആണെങ്കിൽ 4 പെന്നിന് പ്രോഫിറ്റ് 4 രൂപ. ഇതെന്ന് പറയുന്നത് ഈ സെയിം ആസ് ദ ഡിസ്കൗണ്ട് ഗിവൺ ഓൺ 3 പെൻ. അതെന്ന് പറയുന്നത് 3 പെന്നിന്റെ ഡിസ്കൗണ്ട് ആണെന്നാ പറയുന്നത്. 3 പെൻ എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര രൂപയാ? ഒരു പെൻ വിൽക്കുന്നത് 5 രൂപയ്ക്കാണെങ്കിൽ 3 പെൻ 15 രൂപയ്ക്ക് വിൽക്കുന്ന ആ 15 പെന്നിന് നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 4 ആണ്. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര വരും? 11, മറ്റേതാകുമ്പോൾ 12. മാർക്കപ്പ് പെർസെൻറ്റേജ് വിത്ത് റെസ്പെക്ട് CP. കൺഫ്യൂഷൻ. പ്രോഫിറ്റ് ഏൺഡ് ഓൺ 4 പെൻ. പ്രോഫിറ്റ് ഏൺഡ് ഓൺ, ഇത് മറ്റേ കണ്ടീഷൻ ആയിരുന്നു, സോറിടാ. ഇവിടുത്തെ കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് SP/CP എന്ന് പറയുന്നത് 5/4 എടുത്ത്, അടുത്ത കേസ് എന്ന് പറയുന്നത് അമ്മയെടുത്ത് പിന്നെ വിളിക്കാന്ന് പറയും. അടുത്ത കേസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഏൺഡ് ഓൺ 4 പെൻ എന്ന് പറയുന്നത് 4 എണ്ണത്തിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ഓൺ 3 എണ്ണത്തിന്റെ ഡിസ്കൗണ്ട് ആണ്. അതിൽ നിന്ന് എന്ത് കിട്ടും? പ്രോഫിറ്റ് ബൈ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 3/4 എന്നും കിട്ടും. 2 റേഷ്യോ നമ്മുടെ നേരത്തെ ചെയ്ത ആ ഫോർമാറ്റിൽ ചെയ്യാൻ പറ്റും. CP, MP, SP. CP എത്രയാണ്? CP 4, SP 5. പ്രോഫിറ്റ് എത്ര തന്നിട്ടുണ്ട്? പ്രോഫിറ്റ് 3 പറയുന്നുണ്ട്, ഡിസ്കൗണ്ട് 4 എന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരണം? 3 വരണമെങ്കിൽ 4, 3, 7 വരണം. 7 വന്നാലേ ഇവിടെ സെറ്റ് ആവത്തുള്ളൂ. പിന്നെ ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റിയത് ഓവറോൾ ആണ്. 1 3 വരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 3 ചെയ്താൽ മതി. അപ്പോൾ 12, 15 അല്ല സോറി, അത് തന്നെ 15. 12ഉം 15 ആയപ്പോഴത്തേക്ക് ഇവിടെ സെറ്റായി. ഇവിടെ ഇനി 12, 7, 19 വരണം. 19 വരുമ്പോഴത്തേക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 7/12. 1/12 എന്ന് പറയുമ്പോൾ 8.3 7/12 എന്ന് പറയുമ്പോൾ 56, 21, 21 ആകുമ്പോൾ 58.31. ഫോർത്ത് ഓപ്ഷൻ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഈ നമ്മളെ SP/CP എന്ന് പറഞ്ഞാൽ 5/4 അല്ല? അതെ. അപ്പൊ ഇവർ ഉദ്ദേശിക്കുന്നത് SP/CP എന്ന് പറയുന്നത് 5/4 ആണ്. അടുത്ത കേസ് ഇതിൽ വേറെ കണ്ടീഷൻ കൊടുത്തേക്കുക. 4 പെൻ വിൽക്കുമ്പോൾ ഉള്ള ഇവിടുത്തെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പെൻ എടുത്തു കഴിഞ്ഞാൽ ഒരു പെന്നിന്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1/4 25% ആണ്. ഓക്കെ, അതിന് ഞാൻ തർക്കിക്കുന്നില്ല.
പക്ഷെ ഇവര് പറയുന്നത് വേറെ കണ്ടീഷനാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഇവിടുന്ന് മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത് നമ്മൾ നേരത്തെ ചെയ്ത അവന്റെ സെയിം ടൈപ്പാണ്. അപ്പൊ ഇവിടെ പറയുന്ന കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പെൻ വിൽക്കുമ്പോൾ ഉള്ള പ്രോഫിറ്റ്. അത് ഒരു പീന്ന് എടുത്തൂടെ? അത് 1 എടുത്തൂടാ? 1 എടുക്കാൻ പറ്റില്ലടാ. കാരണം നമുക്ക് അപ്പം ഇവിടെ 5/4 അല്ലേ, അപ്പോ 4 പെൻ വിൽക്കുമ്പോ പ്രോഫിറ്റ് 1 നമുക്ക് അങ്ങനെ കൂടെ നോക്കാം. ഒരു പെന്നിന് പ്രോഫിറ്റ് വന്നു, അപ്പൊ 4 പെന്നിന്റെ പ്രോഫിറ്റ് 4 എന്ന് പറയുന്നത് എന്തെന്ന് പറയുന്നത്, 4 പെന്നിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ സെയിം ആസ് ദ ഡിസ്കൗണ്ട് ഗിവൺ ഓൺ 3 പെൻ. അതിൽ കണക്ട് ചെയ്ത് നോക്കാം. 3 പെന്നിന്റെ ഡിസ്കൗണ്ട് അതാന്നാ പറയുന്നത്. അപ്പൊ 3 പെൻ വിൽക്കുന്ന കേസ് പറ. 3 പെന്നിന്റെ സി പിയും എം പിയും എസ് പിയും പറ. 3 പെന്നാകുമ്പോൾ സി പി എത്ര വരും? 12. കണക്ട് ആയി. ഓക്കെ, സെറ്റാ. 3 പെന്നിന്റെ സി പി എന്ന് പറയുമ്പോഴത്തേക്ക് 12, 3 പെന്നിന്റെ എസ് പി എന്ന് പറയുമ്പോഴത്തേക്ക് 15. 3 പെന്നിന്റെ പ്രോഫിറ്റ് അല്ല ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്, ഡിസ്കൗണ്ട് ഓൺ 3 പെൻ എന്ന് പറയുന്നത് 4 ഇവിടെ പറയുന്നുണ്ട്. ഇവരുടെ ഡിസ്കൗണ്ട് 4. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരും? 19. 19ൽ നിന്ന് 4 കുറച്ചാലേ 15 വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 7/12. ഇതും ഓക്കെയാണ്. ഞാൻ കണക്ട് ചെയ്യുന്നതേ ഈ 4 ഈക്വൽ ടു മറ്റേ എസ് പി മൈനസ് എം പി അല്ലേ? അപ്പൊ 5x മൈനസ്. പക്ഷെ അത് സമയം എടുക്കേ, അത് ചുറ്റിപ്പോവും. ചെയ്യാൻ പറ്റും, പക്ഷെ അത് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്. എസ് പി മൈനസ് എം പി ആ രീതിക്ക് ചെയ്യാനാണോ? നിനക്ക് ഏത് രീതിക്ക് ചെയ്യാനാ? ഈ കൺവെൻഷനിൽ പോലെ ചെയ്യുമ്പോ എങ്ങനെ വരും? കൺവെൻഷനിൽ പോലെ ചെയ്യാനാണെങ്കിൽ 4 പെന്നിന്റെ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എത്രയാ വരുന്നത്? 4 പെന്നിന്റെ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 4SP മൈനസ് 4CP. ഡിസ്കൗണ്ട് ഓൺ 3 പെന്ന. ഡിസ്കൗണ്ട് ഓൺ 3 പെൻ എന്ന് പറയുമ്പോൾ ഡിസ്കൗണ്ട് മാർക്കറ്റ് പ്രൈസ് 3MP മൈനസ് 3SP. ഇങ്ങനെയാ വരുന്നത്. ഇവിടുന്ന് MP കിട്ടണമെന്നുണ്ടെങ്കിൽ നീ ഈ 5/4 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിനക്ക് കിട്ടും. ഇപ്പം ഞാൻ പറയും, ഇപ്പൊ ഈ വാല്യൂ തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 4SP എന്ന് പറയുമ്പോൾ എത്രയാ? 4SP. എന്നാൽ 20 മൈനസ് 4CP എന്ന് പറയുമ്പോൾ 16 is equal to 3MP അറിയില്ല മൈനസ് 3SP. 3SP എന്ന് പറയുമ്പോൾ 15. ഓക്കെ, ഇവിടെ 4 പിന്നെ എത്രയാ വരുന്നത്? 15 4 19 വരും. അപ്പൊ MP is equal to 19/3 എന്ന് വരും. ഇപ്പൊ സെറ്റ് ആയല്ലോ. അപ്പൊ എത്ര കിട്ടി? CP എന്ന് പറയുന്നത് 4, CP 4, MP എന്ന് പറയുമ്പോൾ 19/3, SP എന്ന് പറയുന്നത് 15. ഇനി എന്ത് ചെയ്താൽ അതിനെ എല്ലാത്തിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 12, 19, 15. ഓക്കെ, ഇപ്പോഴും സെറ്റ് ആയില്ല? ഇപ്പൊ സെറ്റ് ആയി. എനിക്ക് അവിടെ 11/3 കിട്ടിയത്. നോക്കിയാതി. ഈ മൂന്നാമത് പറഞ്ഞ രീതിയിലാണ് മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പോകുന്നത്. ആദ്യത്തെ 2 രീതിയിലും മെയിൻസിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അടുത്തത് മോഹൻ മിക്സ്ഡ് 2 ടൈപ്പ് ഓഫ് വീറ്റ് കോസ്റ്റിംഗ് 80 രൂപയും ഒരെണ്ണത്തിന് 120 രൂപ ഇൻ ദ റേഷ്യോ 1:3 ആൻഡ് സോൾഡ്. ഇതിന്റെ കേസ് എങ്ങനെയായിരുന്നടാ? 4 ആണ് 10 110 ആണോ? 110. അങ്ങനെയാണെങ്കിൽ 143 വിറ്റ്. അങ്ങനെയാണെങ്കിൽ 33/100. അത് ഈ കേസ് ഈ ടൈപ്പൊക്കെ ഓർമ്മയുണ്ട് അതൊക്കെ. ഒരെണ്ണത്തിന് 80 രൂപ. ഒരെണ്ണത്തിന് 80 രൂപയാണ്. അടുത്തത് 120 രൂപയാണ്. മിക്സ് ചെയ്ത റേഷ്യോ തന്നിട്ടുണ്ട് 1:3 ആണ്. അടുക്കത്തെ വാല്യൂ ആണ്. മിക്സ് ചെയ്തതിന് ശേഷം
80 രൂപയുടെ സാധനവും 120 രൂപയുടെ സാധനവും കൂടി ഈ റേഷ്യോയിൽ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ആ മിക്സ്ചറിന്റെ CP ആണ് ഇത്. ആ CP കണ്ടുപിടിക്കുന്ന ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് റേഷ്യോന്റെ സമ്മാണ്, വാല്യൂവിന്റെ ഡിഫറൻസ്. 4 40. അങ്ങനെയാണെങ്കിൽ 1 എന്ന് പറയുന്നത് 10, ഇതൊന്ന് 30. ചെറുതിന്റെ കൂടെ കൂട്ടുക, വലുതിന്റെ കൂടെ കുറയ്ക്കുക. അപ്പൊ CP 110 എന്ന് കിട്ടും. ഈ മിക്സ്ചറിന്റെ CP 110, വിൽക്കുന്നത് 143. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 33/110 എന്ന് പറയുമ്പോൾ 3/10 എന്ന് പറയുന്നത് 30%. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ഷോപ്കീപ്പർ സോൾഡ് ആൻ ആർട്ടിക്കിൾ അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 13/1/3. 13/1/3 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ഫ്രാക്ഷൻ? 13, 39, 40/300 എന്ന് പറയുമ്പോൾ 40. 2/5 2/15. 2/15 എന്ന് പറയുമ്പോൾ 15, 17. ഷോപ്കീപ്പർ സോൾഡ് ആൻ ആർട്ടിക്കിൾ അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 1/13 ഓഫ് ഇറ്റ് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2/15 എന്ന് എടുത്തു കഴിഞ്ഞാൽ 15 സെല്ലിംഗ് പ്രൈസും 2 എന്ന് പറയുന്നത് പ്രോഫിറ്റും. അപ്പൊ CP എന്ന് പറയുന്നത് 13 എന്ന് വരും. ഇഫ് അനുരാഗ് ഫർദർ സോൾഡ് ഇറ്റ് അറ്റ് 2.5% ലോസ്. എനിക്ക് നീ ഒരു ഹെൽപ്പും കൂടെ ചെയ്യണം. പറ. ഈ 13/1/3 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുത്തു എന്നൊന്ന് പറഞ്ഞുതരുമോ? ഏതാ 13/1/3? 13/1/3 എന്ന് പറയുമ്പോഴത്തേക്ക് 13 × 3 39 പ്ലസ് 140/3. പിന്നെ പെർസെൻറ്റേജ് ഉള്ളതുകൊണ്ട് ഒരു 100 കൂടെ വരും. ഇതിൽ 40/100 എന്ന് പറയുന്നത് 2/5 ആണ്. പിന്നെ ഒരു 3 കൂടെ കിടപ്പുണ്ട്. അപ്പൊ 2/50. ഓക്കെ ആണോ? ഹലോ. അപ്പൊ ഇവിടെ ഇത് കിട്ടി. ഇനി എന്താ വേണ്ടത്? SP ഉണ്ട്. അനുരാഗ് ഫർദർ സോൾഡ് ഇറ്റ് അറ്റ് 2.5% ലോസ്. ഈ 5% എന്ന് പറയുമ്പോൾ 1/20 ആണ്. 2.5 അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 1/40 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 15 ആണ്. 15ന്റെ 2.5% ലോസ് എന്ന് പറയുമ്പോൾ എത്ര വരും? 39/40 എന്ന് വരും. ഇതാണ് എത്ര? 1170. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 13 ആണ് കണ്ടുപിടിക്കാനുള്ളത്. 13 39 ഞാൻ കട്ട് ചെയ്ത് 3. അപ്പം ഇനി എന്ത് ചെയ്താൽ മതി? ഇതന്നെ എന്ത് ചെയ്യാം? 3 വെച്ചിട്ട് വീണ്ടും പോകുമല്ലോ. 3 വെച്ചിട്ട് അല്ല 9 വെച്ചിട്ട് കട്ട് ചെയ്യാമല്ലോ. 9 വെച്ചിട്ട് 1 3 13. പിന്നെ 5 വെച്ചിട്ട് 8. 13 × 8 104. 1040. ഓക്കെ. അലിഗേറ്റ് ചെയ്തില്ലേ? ആറാമത്തെ ക്വസ്റ്റ്യൻ അതൊന്നും കൂടി പറഞ്ഞുതരും. ആറാമത്തെ ക്വസ്റ്റ്യനാ നമ്മളെ ആറാമത്തെ കേസ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ മിക്സ് ചെയ്യണം. 2 ടൈപ്പ് ഓഫ് സാധനം മിക്സ് ചെയ്യുക. ഏതാണ്? അപ്പോ 80 രൂപയുടെ സാധനവും 120 രൂപയുടെ സാധനവും നമ്മൾ ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്യാണ്? 1:3 റേഷ്യോയിൽ മിക്സ് ചെയ്യാണ്. അപ്പോ 2 ടൈപ്പ് ഓഫ് സാധനം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഒരു വിലക്ക് വിൽക്കണമല്ലോ. എന്നുവെച്ചാൽ ആ മിക്സ് ചെയ്ത സാധനം അല്ലെങ്കിൽ ആ ന്യൂ മിക്സ്ചറിന്റെ CP ആയിരിക്കും നടുക്ക് കിട്ടുന്നത്. ചില കേസിൽ തിരിച്ചു തരും. എന്താണ്? 80 രൂപയുടെ സാധനവും 120 രൂപയുടെ സാധനവും 90 രൂപയ്ക്ക് അല്ലെങ്കിൽ മിക്സ് ചെയ്തപ്പോൾ ഉള്ള CP 90 ആണെങ്കിൽ ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്തു? അങ്ങനെയാണെങ്കിൽ അലിഗേറ്റ് ചെയ്താൽ മതി. ഇത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നു. മിക്സിംഗ് റേഷ്യോ തന്നിട്ടുണ്ട്, കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കുക. അപ്പൊ എന്ത് ചെയ്യുക? റേഷ്യോന്റെ ടോട്ടലാണ് ഇവിടുത്തെ ഡിഫറൻസ്. 80ന്റെയും 120ന്റെയും 40. അങ്ങനെയാണെങ്കിൽ 1 എന്ന് പറയുന്നത് 10 എന്ന് കിട്ടും. 3 എന്ന് പറയുന്നത് 30 എന്ന് കിട്ടും. ചെറുതിന്റെ വാല്യൂ ആണെങ്കിൽ ചെറുതിന്റെ 80 ചെറിയ വാല്യൂ, അതിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് ആഡ് ചെയ്യുക. ഇപ്പൊ 80 + 30 110. അല്ലാന്നുണ്ടെങ്കിൽ വലുതിന്ന് ഓപ്പോസിറ്റ് ഉള്ളത് കുറയ്ക്കുക. 120ന്ന് 10 കുറച്ചാലും 110. ഇനി ഇത് അതിന്റെ ഷോർട്ട് കട്ട് ഫോമാണ്. അല്ലാണ്ട് ഇതിന്റെ കൺവെൻഷനിൽ ഇപ്പൊ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാ ചെയ്യുന്നത്? കൺവെൻഷനിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺവെൻഷനിലല്ല, വേറെ ഷോർട്ട് കട്ടിൽ എങ്ങനെ ചെയ്യാം? 80 × 1
പ്ലസ് 120 × 3 ഡിവൈഡഡ് ബൈ 1 + 3. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും എന്ത് കിട്ടും? 110 ഇവിടുത്തെ ആൻസർ കിട്ടും. 110 എന്ന് പറയുന്നത് എന്താണ്? ആ ന്യൂ മിക്സ്ചറിന്റെ CP ആണ് 110. പുതിയ മിക്സ്ചറിന്റെ CP 110 ആണ്. പുതിയ മിക്സ്ചറിന്റെ SPയും തന്നിട്ടുണ്ട് 143. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഓക്കെ, ഏഴാമത്തതൊക്കെയാണോ? ഏഴാമത്തതും റേഷ്യോയിൽ തന്നെ അങ്ങ് പോയാൽ മതി, ചുമ്മാ ലെങ്തി ആക്കാൻ പോകണ്ടേ. 2.5-നെയൊക്കെ ഫ്രാക്ഷൻ ആക്കാൻ ശീലിക്കാതെ അതിനെ ജസ്റ്റ് ഒന്ന് ഡബിളോ ഹാഫോ ഒക്കെ നോക്കുക. അപ്പൊ ഏതെങ്കിലും ഒക്കെ പെർസെൻറ്റേജസിൽ കിട്ടും. അടുത്ത കേസ് ട്രേഡ് ആൻഡ് വാണ്ടു ചെയ്ത ട്രേഡർ വാണ്ട് ചെയ്യാൻ വീണ്ടും 16/3 ആഫ്റ്റർ അലോവിങ് എ ഡിസ്കൗണ്ട് ഓഫ് 10. ഓക്കെ, 25% ഡിസ്കൗണ്ട് കൊടുക്കണം. 4, 3, 1/6. അപ്പോൾ 6, 7 വരും. അങ്ങനെയാണെങ്കിൽ എത്ര വരും? 21, 18, 28. അപ്പം പ്രോഫിറ്റ് അത് 10/18 അല്ലെങ്കിൽ 5/9 എന്ന് പറയുമ്പോൾ 55.55 അപ്രോക്സിമേറ്റ്ലി 56. കൂടെ ആരെങ്കിലും ചെയ്തെത്തുന്നുണ്ടോ? മെസ്സേജ് വെച്ചിട്ട് കാര്യം കാണുന്നില്ല. ഓക്കെ, അടുത്ത ഷോപ്കീപ്പർ സെല്ല് പ്രോഡക്റ്റ് ആഫ്റ്റർ അലോവിങ് സക്സസീവ് ഡിസ്കൗണ്ട്. സക്സസീവ് ഡിസ്കൗണ്ട് പഠിച്ചും വെക്കുക, കാണാതെ ചെയ്യാനായിട്ട്. കാരണം 2 എണ്ണം കിട്ടിക്കഴിഞ്ഞപ്പം ആദ്യം 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നു, പിന്നെ 20% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. അതിന് കൺവെൻഷനലി ഷോർട്ട് കട്ടുകൾ ചെയ്യാം, ബട്ട് അതിൻ്റെ ഒരു കൺവെൻഷണൽ ഇക്വേഷൻ തന്നെ. ഇക്വേഷൻ പഠിച്ചു വെക്കുന്നത് തന്നെ നല്ലത്. എന്താ ഇക്വേഷൻ? ഇക്വേഷൻ എത്രയേ ഉള്ളൂ? a + b + ab/100. പക്ഷെ സൈൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഡിസ്കൗണ്ട് ആണ് ഇവിടെ എന്ന് പറയുമ്പോൾ. ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ -10ഉം -20ഉം ആണ്. അപ്പൊ സക്സസീവ് ഡിസ്കൗണ്ട് എത്രയാണ് വരുന്നത്? -30 + 200/100 എന്ന് പറയുമ്പോൾ -30 + 2 -28. അപ്പൊ അതിന്റെ സക്സസീവ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 28%. 28% ആയിരിക്കും ഓവറോൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്താ പറയുന്നത്? അല്ല, അതിന്റെ ആവശ്യം ഇവിടെ വന്നില്ല, സോറി. ഞാൻ ഓക്കെ, ഇത് പഠിച്ചു വെച്ചു. എന്തായാലും എവിടെയെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലും ഒക്കെ വന്നോളൂ. ഇവിടെ എന്താ പറയുന്നത്? ഷോപ്കീപ്പർ സെല്ല് പ്രോഡക്റ്റ് ആഫ്റ്റർ വാല്യൂസ് 2 സക്സസീവ് ഡിസ്കൗണ്ട്. ഫൈൻഡ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇഫ് ദ പ്രോഫിറ്റ് ഇസ് 30% ഓഫ് ദ പ്രൈസ്. ഓക്കെ, മാർക്കപ്പിന്റെ ഏതാ MP, ഏതാ SP, ഏതാ CP? ക്ലിയർ ആക്കും. ഈ ക്വസ്റ്റ്യൻ എന്തോ മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നി. കണക്ഷൻ കിട്ടുന്നില്ലല്ലോ. മിസ്റ്റേക്ക്. ഷോപ്കീപ്പർ സെല്ല് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് മാർക്കറ്റ് പ്രൈസിനാണ്. നമ്മൾ സാധാരണ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. The profit is 30% of the price by which the product is marked. പക്ഷെ അതവിടെ നിൽക്കട്ടെ. അത് പിന്നെ സൊല്യൂഷൻ നോക്കാം, പിന്നെ ആവട്ടെ. ഒന്ന് ചെക്ക് ചെയ്തിരുന്നാൽ മതി. അല്ല, ഓർമ്മിച്ചാൽ മതി. അടുത്തത്, when an article is sold at 75% of certain selling price, there is a loss of 20%. അല്ലേ? അപ്പോൾ ഇങ്ങനെ പറയുന്നത് സെല്ലിംഗ് പ്രൈസിന്റെ 75% വിറ്റ് കഴിഞ്ഞാൽ, സെല്ലിംഗ് പ്രൈസിന്റെ 75% അല്ല, ഓക്കെ, 20% ലോസ് ആണ്. അങ്ങനെയാണെങ്കിൽ 125. ഇത് നമ്മുടെ മറ്റേ നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യാം. എത്രയാണ്? 75 രൂപയ്ക്ക് വിറ്റ 20% ലോസ് എന്ന് വെച്ചാൽ 80 ആണ് 75. അങ്ങനെയാണെങ്കിൽ 125 രൂപയ്ക്ക് വിൽക്കുമ്പോൾ എത്ര
പ്രോഫിറ്റ്. ഇത് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. 75 3 5 ഇത്ര പുറത്ത് വരും. ഭാഗത്ത് 25 ചേർത്ത് എത്രയാടാ? ഇല്ലല്ലേ 5 ഒന്നുമില്ല. 400/3 400/3 എന്ന് പറയുമ്പോ എത്രയാ വരുന്നത്? 33 400/3 എന്ന് പറയുമ്പോ എത്രയാ വരുന്നത്? അത് 33.33 എന്നുവെച്ചാൽ 133.33 വെച്ച് കഴിഞ്ഞാൽ 33.33 പ്രോഫിറ്റ്. ഇത് നേരത്തെ ചെയ്ത അതിന്റെ ആ ഒരു സെയിം ടൈപ്പിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അല്ലാണ്ട് ചെയ്യുമ്പോ എങ്ങനെ ചെയ്യും? വേറെ രീതി ചെയ്ത ആരെങ്കിലും ഉണ്ടോ? റേഷ്യോ വെച്ച് കണക്ട് ചെയ്ത് തരുമോ? കേട്ടില്ല. റേഷ്യോ വെച്ച് കണക്ട് ചെയ്ത് തരുമോ? റേഷ്യോ വെച്ചിട്ട് ചെയ്യാനാണെങ്കിൽ എങ്ങനെയാ ചെയ്യുന്നത്? ഓക്കെ, സെല്ലിംഗ് പ്രൈസിന്റെ 75% വിറ്റ് കഴിഞ്ഞാൽ 3/4 വിറ്റ് കഴിഞ്ഞാൽ ലോസ് ആണ്. ലോസ് എന്ന് പറയുമ്പോൾ 20% ലോസ്. എങ്ങനെ എടുക്കും അക്കൗണ്ട് ചെയ്യാന്? ഇങ്ങനെ എടുത്താ പോരെ? അത് SP എന്ന് പറയണത് എന്താ 4:3, അതായത് ഒന്നാമത്തെ SP രണ്ടാമത്തെ SP എന്ന് പറയണത്. അല്ല, സെയിം SP ആടാ. സെർട്ടൈൻ സെയിം ആ എക്സ്പീരിയൻസ്. അല്ല, ആദ്യത്തെ SP രണ്ടാമത്തെ എന്ന് പറയുന്നത് 4:3 അല്ലേ? അങ്ങനെ എഴുതിയിട്ട് അടിയില് മറ്റേ SP/CP എന്ന് പറയുന്നത് 2:5 അല്ല 4:. ഒന്നുകൂടെ പറ. SP1 SP2 എന്ന് പറയുന്നത് 4:3. ഓക്കെ, അതിന്റെ അടിയിൽ SP2ഉം CP എന്ന് പറയുന്നത് 8:10 അല്ലെങ്കിൽ 4:2 അങ്ങനെ എഴുതിയിട്ട് 8:10 എന്താ സംഭവം? അത് SP2ഉം CP കോസ്റ്റ് പ്രൈസ് ഇല്ല. SP2ന്റെ താഴെ 8ഉം അപ്പുറത്ത് 10 SP2ഉം CP1ഉം. ക്ലിയർ ആയി. ഒന്നുകൂടെ പറ. എങ്ങനെ എഴുതാനുള്ള? ഇങ്ങനെ നമ്മള് റേഷ്യോ ഇപ്പൊ സെയിം ആക്കില്ലേ മൂന്നെണ്ണത്തിന്റെ? അതായത് SP1ഉം SP2 എന്ന് പറയുന്നത് 4:3. SP1ഉം SP2 4:3. അതിന്റെ 3യുടെ കീഴിൽ SP2 എന്ന് പറയുന്നത് 8ഉം അപ്പുറത്ത് CP എന്ന് പറയുന്നത് 10ഉം. കാരണം 20% സ്ഥലം ഉണ്ടായേ. അപ്പൊ നമുക്ക് SP1ഉം CP എന്ന് പറയണത് 32:30 റേഷ്യോ കിട്ടിയല്ലോ. ഓക്കെ. എന്നെക്കാളും നിനക്ക് ചെറിയ വാല്യൂ ഒന്നും എടുക്കാൻ പറ്റില്ല. നല്ലത് അത് കട്ടായി പോണത്. പിന്നെ ഈ 32ന്റെ 5/4 ആണല്ലോ പിന്നത്തെ SP എന്ന് പറയണത്. അപ്പൊ അത് 40 ആവും. ഈ 35ന്റെ അല്ല 35 എവിടെ പോയി? നീ റേഷ്യോ പിന്നെ 32 പിന്നെ 30 32 30ഉം അല്ല അതല്ല, ഫസ്റ്റത്തെ CP/SP എന്ന് പറഞ്ഞ 16/15. SP/CP എന്ന് പറയുന്നത് 16/15 കിട്ടിയില്ലേ? അതെ. എന്നെന്താ പറയുന്നത്? സെയിം ആർട്ടിക്കിൾ ഈസ് സോൾഡ് അറ്റ് 125% ഓഫ് സെൽ. അപ്പൊ 32ന്റെ 125%. അതായത് 16ന്റെ 5/4 അതായത് 20. നീ ഒരു റേഷ്യോയില് നിക്കടി. നീ മാറ്റിയെന്നും പറഞ്ഞ് ഞാൻ മാറ്റിക്കും. ഞാൻ 32 30 വരെ ഞാൻ കട്ടാക്കിയിട്ടില്ല. ശരി, ഞാൻ 15 16 12 എടുത്തു. ഇനി ഇതാണ് നമ്മുടെ SP-യുടെ 125% എന്ന് പറയുമ്പോൾ 16ന്റെ 25 1/4 5/4 എന്ന് പറയുമ്പോൾ 4 20. അപ്പോ 20 വന്ന് CP സെയിം തന്നെയാണ്. അല്ല, CP സെയിം അല്ലേ? CP സെയിം ആണ്. 5/15 വരുന്നേ. 1/3. അല്ല, ഒന്നുകൂടെ കിട്ടിയില്ല. എനിക്ക് കിട്ടിയില്ല. SP 20 അല്ലേ? ശരിയാണോ? 20 ആണ്. The same article is sold at 120.
ഈ രണ്ടാമത്തെ കേസ് പറ. രണ്ടാമത്തേലെ CP എത്ര, SP1 എത്ര, SP2 എത്ര? CP ഡിഫറൻസ് ഇല്ല, 15 തന്നെ. ഓക്കെ. SP എന്ന് പറയുന്നത് 16 5/4 ആണ്, അപ്പൊ 20. ഏത് SP1 അല്ല 20, 16 16 അത് ഇതല്ലേ? 12 ഏതാ? 12 നോക്കണ്ട. 12 ആ രണ്ടാമത്തെ CP ആവശ്യമില്ല. 16 എന്ന് പറയുന്നതാണ് ഒറിജിനൽ SP ആയിരുന്നേ. അതിന്റെ 5/4 20 എന്ന് പറയുന്ന പുതിയ SP. പിന്നെ CP എന്ന് പറയുന്നത് 15 കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ 5 എന്ന് പറയുന്ന പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ 15 എന്ന് പറയുന്ന കോസ്റ്റ് പ്രൈസ് ആവില്ല. അപ്പൊ 1/3. ഞാനേ എനിക്ക് 15-ന്ന് 20 കുറയ്ക്കുമ്പോ ഞാൻ 4/15 ആണ് ഞാൻ ഇവിടെ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് അങ്ങനെ എടുത്തായിരുന്നു, അതുകൊണ്ട് എനിക്ക് 4/15 ഫസ്റ്റ് വന്നായിരുന്നു. എനിക്ക് ആ ഡിഫറൻസിൽ ഞാനിത് എങ്ങനെ 1/3 വരുമെന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. ഓക്കെ, ഇവിടെ അപ്പൊ അവിടെ നിന്ന് അങ്ങനെ എടുത്ത് ഞാൻ ഏതായാലും എടുത്തതെന്ന് ഞാൻ മനസ്സിലായല്ലോ. ആർട്ടിക്കിൾ ഈസ് സോൾഡ് അറ്റ് 75 ഓഫ് സർട്ടൻ സെല്ലിംഗ് പ്രൈസിന് ഞാൻ അതിനെ 75 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% ലോസ് എന്ന് പറയുമ്പോൾ 80%. അങ്ങനെയാണെങ്കിൽ മറ്റേത് എത്ര, 125-ന് വിൽക്കുമ്പോൾ എത്രയാണെന്ന് വെച്ചാൽ 133.33 എന്ന് വരും. എടുത്തിട്ട് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. പക്ഷെ ടൈപ്പ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു വഴി കൂടെ ചെയ്യും. ആൻഡ് ആർട്ടിക്കിൾ സോൾഡ് അറ്റ് 40% ഡിസ്കൗണ്ട് ഓൺ MP, DMP, CP, MP, SP ആൻഡ് 40% ഡിസ്കൗണ്ട് 5, 3 ആൻഡ് ദ റേഷ്യോ ഓഫ് CP to SP 5:8 എന്ന്. ഓക്കെ, 8, 24, 40, 15. ഓക്കെ. Then what is the MP of the article if the profit obtained on the article is 450? പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്? 5, 4, 9 ആണ് 450 എങ്കിൽ സിമ്പിൾ സാധനം. മാർക്കറ്റ് പ്രൈസ് 40 എന്ന് പറയുന്നത് എത്രയാന്നുള്ളതാണ് ചോദിച്ചത് അല്ലേ? 5, 4, 20, 2000. അടുത്ത കേസ്, മാർക്കറ്റ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 360 മോർ ദാൻ കോസ്റ്റ് പ്രൈസ് ആണ്. ഓക്കെ, അപ്പം CP, MP, SP മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്, 360 മോർ എന്ന് പറയുന്നുണ്ട്. പ്രോഫിറ്റ് ഈക്വൽ ടു ഡിസ്കൗണ്ട് ആണ്. ഇവിടെ 1, ഇവിടെ -1. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരും? 2 ആയിരിക്കും. 2-ന്ന് 1 പറഞ്ഞാലാണ് ഓവറാൾ നമുക്ക് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ 2 മാർക്കപ്പ് ചെയ്തു, 1 ഡിസ്കൗണ്ട് കൊടുത്തു, അപ്പോൾ ഓവറാൾ 1 പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ പ്രോഫിറ്റ് ഡിസ്കൗണ്ട് ഈക്വലായി. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്തെടുക്കാം? ഈ ഡിഫറൻസ് തന്നിട്ടുണ്ട്, 2 ആണ് 360. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് എത്രയാണ്? 1 എന്ന് പറയുന്നത് 180. അടുത്ത കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് വിയർ പർച്ചേസ്ഡ് 2 മൊബൈൽ ഫോർ 36,000 രൂപയ്ക്ക് ആൻഡ് സോൾഡ് ഫസ്റ്റ് മൊബൈൽ അറ്റ് ദ 30% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 10, 13. സെക്കൻഡ് മൊബൈൽ അറ്റ് 20% ലോസ് എന്ന് പറയുമ്പോഴത്തേക്ക് 5, 4. ഇൻ ദിസ് ട്രാൻസാക്ഷൻ വിയർ ഗെറ്റ് നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂട്ടുമ്പോഴത്തേക്ക് എന്ത് കിട്ടണം? ടോട്ടൽ CP ടോട്ടൽ SP എന്ന് പറയുന്നത് ഈക്വൽ വരണം. ഓക്കെ, ബൈ ഹൗ മച്ച് സെറ്റ് ആവൂടാ അത്? അങ്ങനെ വരുന്നേ ഇത് ഇത് മറ്റേ ക്രോസ് പ്രോഡക്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ സിമ്പിൾ ആയിട്ട് വലിയ കോംപ്ലിക്കേഷൻ ഇല്ലാണ്ട് ചെയ്യാനായിട്ട് ഇപ്പൊ 10x 13x 5y 4y അല്ലാണ്ട് കൂട്ടിയത് എങ്ങനെയാണ്? 10x + 5y = 13x + 4y എടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് 3x = y എന്ന് കിട്ടും. അല്ലെങ്കിൽ x/y എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടി? 1/3 എന്ന് കിട്ടി. അപ്പൊ എത്ര കിട്ടി? y-ന്റെ വാല്യൂ 3 ആണ്. അപ്പൊ ഇവിടെ 15, ഇവിടെ 12. അപ്പൊ സെറ്റായി, കണ്ടീഷൻ എല്ലാം സെറ്റായില്ലേ? ഇനി എന്താ പറയുന്നത്? ബൈ ഹൗ മച്ച് റുപ്പി മോർ ദാൻ ദ പ്രീവിയസ് സെല്ലിംഗ് പ്രൈസ്. പഴയ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ 13. അല്ല, സോറി, അങ്ങനല്ല. ബൈ ഹൗ മച്ച് റുപ്പീസ് മോർ ദാൻ ദ പ്രീവിയസ് സെല്ലിംഗ് സെക്കൻഡ് മൊബൈൽ മസ്റ്റ് നോട്ട് മേക്ക് എ പ്രോഫിറ്റ്. നിലവിൽ സെക്കൻഡ് മൊബൈലിൽ 15, 12 ആണ്. പക്ഷെ ഇതിനിങ്ങനൊന്നും ചെയ്യണ്ടായിരുന്നു. സെക്കൻഡ് മൊബൈലിന്റെ കാര്യം മാത്രമല്ലേ അവന്മാര് പറയുന്നുള്ളൂ. എന്ന് പറയുമ്പോഴത്തേക്ക് 5:4 ആയിരുന്നു.
സെക്കൻഡ് മൊബൈൽ ഓൾറെഡി 5:4. സോ അല്ല, ഇങ്ങനെ ചെയ്യണം, കണക്ട് ചെയ്താലേ നമുക്ക് ചെയ്യാൻ പറ്റും. പോട്ടെ. നമ്മൾ ഈ കണ്ടീഷനിൽ എവിടെയാണ് അലിഗേഷൻ എടുക്കാറ്? ഇതിൽ പറ്റില്ല അല്ലേ? ഇവിടെ അലിഗേറ്റ് ചെയ്യാറുണ്ടോ? ഇവിടെ എന്തിട്ട് അലിഗേറ്റ് ചെയ്യുന്നത്? പ്രോഫിറ്റും ലോസും അലിഗേറ്റ് ചെയ്യുമ്പോൾ CP-യുടെ ഇത് വരില്ല. പ്രോഫിറ്റ് ഇട്ട് അലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ CP റേഷ്യോ കിട്ടും. പക്ഷെ ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണോ ഇത്? അതിലും കിട്ടുവോടാ? അല്ല, നോക്കട്ടെ. കിട്ടുമോ? കിട്ടില്ലല്ലോ. നോക്കട്ടെ. ആദ്യത്തേല് 30% പ്രോഫിറ്റ്. 30% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ 30 തന്നെ ഇട്ട്, +30 ഇട്ട്. രണ്ടാമത്തേല് 20% ലോസ് ആകുമ്പോൾ -20. ഓവറാള് നോ പ്രോഫിറ്റ് നോ ലോസ് ആകുമ്പോൾ 0. അലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാ വരുന്നത്? 2:3. പക്ഷെ അത് കിട്ടത്തില്ലടാ, ആ കേസ് അല്ല ഇത്. കാരണം ഇവിടെ ആ ക്വസ്റ്റ്യൻ എന്താ വേറെ ടൈപ്പ്. അല്ലാണ്ട് റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? അല്ലാണ്ട് എങ്ങനെയാണ്? ഇപ്പൊ ഈ കേസിൽ ഇവിടെ റെഡിയാ. 10 നിൽക്കുക ഒരു ഉണ്ട് 10, 13, 15, 12 ഇവിടെ സെറ്റാണ്. ഇതാണ് ഫസ്റ്റത്തതിന്റെ റേഷ്യോ. അല്ല, ഫസ്റ്റത്തത്, ഇത് സെക്കൻഡത്തത്. ഇത് വെച്ചിട്ട് നമുക്ക് ഓക്കെയാണ്. കാരണം ടോട്ടൽ CP തന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 36,000. നിനക്ക് എന്താ വേണ്ട? ആരാ ചോദിച്ചേ? അല്ല, രണ്ടാമത്തെ 10 എത്തല്ലേ ലോസ് വരും. രണ്ടാമത്തത് 15 10 എത്തല്ലേ വരുന്നു. രണ്ടാമത്തെ 15 ക്ലിയർ ആയില്ല. ആദ്യത്തെ കേസിൽ 30% പ്രോഫിറ്റ് 10, 13, 10x 13x. അടുത്ത കേസിൽ 20% ലോസ് എന്ന് പറയുമ്പോൾ 5y-ഉം 4y-ഉം. ഇവിടെ പറയുന്നത് ഓവറാൾ നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ CP ടോട്ടൽ SP വരണം. അങ്ങനെയാണെങ്കിൽ x/y എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 1/3 എന്ന് കിട്ടി. അപ്പൊ ഞാൻ y-ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. x-നും y-ക്കും ഞാൻ കറസ്പോണ്ടിങ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എത്ര കിട്ടി? 10, 13, 15, 12 ആണ് നമ്മുടെ എക്സാക്ട് സാധനങ്ങൾ. 15, 12 ഇത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേഷൻ എല്ലാം ചെയ്താൽ തെറ്റത്തില്ല. കാരണം ഫസ്റ്റത്തെ കേസ് കിട്ടൂടാ. കിട്ടും. ആ 2:3 കിട്ടി. ആദ്യത്തെ കേസിൽ 30 പ്രോഫിറ്റ്, രണ്ടാമത്തെ കേസിൽ 20 ലോസ്, ഓവറാൾ പ്രോഫിറ്റ് 0. അങ്ങനെയാണെങ്കിൽ CP റേഷ്യോ 2:3. ആദ്യത്തതിന്റെ CP റേഷ്യോ 2:3 ആണ്. കറക്റ്റാ? CP റേഷ്യോ കിട്ടി. അലിഗേറ്റ് ചെയ്താൽ കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. CP റേഷ്യോ 2:3 തന്നെ ഉണ്ട്. അപ്പം എന്തായാലും സാധനം ഇങ്ങനെ വന്നാലേ ബാക്കി ചെയ്യാൻ പറ്റും. കറക്റ്റ് റേഷ്യോയിൽ ആദ്യമേ അവരെ സെറ്റ് ചെയ്തിട്ട് ബാക്കി ചെയ്യുക. ബൈ ഹൗ മച്ച് റുപ്പീസ് മോർ ദാൻ ദ പ്രീവിയസ് സെല്ലിംഗ് പ്രൈസ്. സെക്കൻഡ് മൊബൈൽ മസ്റ്റ് ബി സോൾഡ് ഇൻ ഓർഡർ ടു മേക്ക് എ പ്രോഫിറ്റ് ഓൺ 25%. സെക്കൻഡ് മൊബൈലിൽ 25% പ്രോഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കണം? 15ന്റെ 25% എന്ന് പറയുമ്പോഴത്തേക്ക് 5/4 ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. തന്നിട്ടുള്ളത് ഏതാണ്? ടോട്ടൽ തന്നിട്ടുണ്ട്. 25 എന്ന് പറയുന്നത് 36,000 എന്ന് തന്നിട്ടുണ്ട്. ഇത് കണ്ടുപിടിക്കണം. 5 × 5, 5 × 3, 4 ഇവിടെ വന്ന് 4 × 9, തെറ്റും അല്ലേലും തെറ്റും. അലിഗേറ്റ് ചെയ്ത് പോയാ പെട്ടെന്ന് കിട്ടൂലേ? ഇല്ല, അവിടുന്ന് ഇവിടെ തന്നെ വരത്തേ ഉള്ളൂ. അലിഗേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെയാ ചെയ്യുന്നത്? ആദ്യത്തെ ഇപ്പൊ എന്താ പറഞ്ഞ, അലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 30-ഉം 20-ഉം വന്ന്, അല്ല 30 പ്രോഫിറ്റ് 20 ലോസ്, ഓവറാൾ നോ പ്രോഫിറ്റ് നോ ലോസ്. അങ്ങനെയാണെങ്കിൽ അലിഗേറ്റ് ചെയ്യുമ്പോൾ 20-ഉം 30-ഉം വന്ന് 2:3 ആണ് CP റേഷ്യോ. ഓക്കെ, CPന്റെ റേഷ്യോ കിട്ടി 2:3. ഇതിൽ ആദ്യത്തെ എത്രയാണ്? ആദ്യത്തേത് 30% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 10, 13. അപ്പൊ 2 10 ആണെങ്കിൽ അടുത്ത എത്ര വരും? 3 എന്ന് പറയുന്നത് 15 വരും. വീണ്ടും അവിടെ തന്നെ എത്തും. നമുക്ക് അങ്ങനെ എടുക്കണ്ടല്ലോ. 5 36,000 എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിന് 3 കിട്ടൂലേ? 3 കിട്ടിയിട്ട് അതിന്റെ SP കണ്ടുപിടിച്ചിട്ട് പിന്നെ ആ CP വെച്ചിട്ട് തന്നെ അടുത്ത 25% പ്രോഫിറ്റ് കിട്ടി മൈനസ് ചെയ്താ പോരെ? എടി, വാല്യൂ എപ്പോഴും കണ്ടുപിടിച്ചോണ്ട് സമയം പോകും. നമ്മൾ വാല്യൂ ആയിട്ട് അവസാനമേ പോകത്തുള്ളൂ.
ഓക്കെ. ഓരോ തവണയും വാല്യൂ കണ്ടുപിടിക്കാനാണെങ്കിൽ അതിനുള്ള സമയമൊന്നുമില്ല. മാക്സിമം റേഷ്യോയിൽ തന്നെ കംപ്ലീറ്റ് സെറ്റപ്പ് നമ്മൾ ഒതുക്കാൻ നോക്കിയാ. അപ്പൊ ഇവിടെ റേഷ്യോയിൽ ഇവിടെ എവിടം വരെ വന്നു നിന്നു? 10, 13, 15, 12 വരെ എത്തി. നമുക്ക് എന്താ വേണ്ടത്? കണ്ടുപിടിക്കാനുള്ള ഞാൻ ഉദ്ദേശിച്ച സാധനം അല്ലായിരുന്നു കേട്ടോ, മറ്റ് ഡിഫറൻസ് അല്ലായിരുന്ന. ഹൗ മച്ച് റുപ്പീസ് മോർ ദാൻ ദ പ്രീവിയസ്, ആ ഡിഫറൻസ് ആയിരുന്നു കണ്ടുപിടിക്കാനുള്ളത്. പുതിയ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ 15 ഇൻറ്റു 25%, 5/4 മൈനസ് പഴയ സെല്ലിംഗ് പ്രൈസ് 12. ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. 15 ഇൻറ്റു 5/4 പുതിയ സെല്ലിംഗ് പ്രൈസ് മൈനസ് പഴയ സെല്ലിംഗ്. ഇത് കണ്ടുപിടിക്കണം. എന്ത് തന്നിട്ടുണ്ട്? ടോട്ടൽ CP തന്നിട്ടുണ്ട് 25 ആണ്, 36,000. ഇതില് സെറ്റ് ചെയ്യാം. അപ്പൊ ഇതിലിപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്താണ്? കാൽക്കുലേഷൻ എളുപ്പമാക്കാനായിട്ട് എന്ത് ചെയ്യാം? എല്ലാത്തിനും ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ, അല്ല, ഞാൻ ഇവിടെയും 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ 100 ആവും, ഇവിടെ എത്ര ആവും? ഈ 4 പോവും, ഇവിടെ എത്ര വരും? 12 ഇൻറ്റു 4, 48. 15 ഇൻറ്റു 5 75 48 പോയി കഴിഞ്ഞാൽ ബാക്കി 3, 7, 27 കണ്ടുപിടിക്കണം. 100 ആണ് 2 0 2 0 പോയിട്ട് 27 ഇൻറ്റു 36. 27 ഇൻറ്റു 30 9 ഇൻറ്റു 3ഉം 9 ഇൻറ്റു 4ഉം. വേണ്ട, അല്ലാണ്ട് എങ്ങനെയും ഒക്കെ ചെയ്ത് 42, 6 ഇൻറ്റു 7 42 വരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. കാൽക്കുലേഷൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എത്ര നേരം എടുക്കുന്ന, കുറെ നേരം എടുത്തോണ്ടിരിക്കില്ല. അങ്ങനെ ചെയ്യുന്ന ഒരു എക്സാം ഓടി എത്തത്തില്ല. നമുക്ക് എന്തെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമും നിലവിലില്ല എന്നാണ്. അല്ലെങ്കിൽ നീ പറഞ്ഞ കണക്ക് എന്താണ് 15 കണ്ടുപിടിക്കാം. 15 എന്ന് പറയുമ്പോൾ ഒരു വാല്യൂ കിട്ടും. അതിന്റെ കൂടെ 5/4 ചെയ്യുമ്പോൾ അടുത്തൊരു വാല്യൂ കിട്ടും. അത് കഴിഞ്ഞിട്ട് 12 കണ്ടുപിടിക്കുക, അപ്പൊ വേറൊരു വാല്യൂ കിട്ടും. എന്നിട്ട് അവരുടെ ഡിഫറൻസ് എടുക്കുക. എന്തിനാ അത്രയും ടൈം എടുക്കണേ? ഇവിടെ ഇപ്പൊ സിംപ്ലി 27 ഇൻറ്റു 36 പരിപാടി കഴിഞ്ഞു. 6 71, 6 2 12, 33, 42. ഇത് തന്നെ 9 7 2 0. ആശിഷ് ബൈസ് എ TV at a discount of 15%. 15% എന്ന് പറയുമ്പോഴത്തേക്ക് 3/20. അപ്പൊ 20, 17. If he buys the same TV at a discount of 1/8, എന്ന് പറയുമ്പോൾ 8, 7 ഹി വുഡ് ഹാവ് ടു പേ 175 മോർ. അപ്പൊ CP സെയിം ആക്കുക. CP സെയിം ആക്കാൻ പോയി കഴിഞ്ഞാൽ 40 ഉണ്ട്. 40 8 ഇൻറ്റു 5, ഇവിടെ 35 വരും. ഇവിടെ ആണെങ്കിൽ 40ഉം 34ഉം. ഇപ്പൊ എത്രയാ പറഞ്ഞിരിക്കുന്നത്? മോർ ഡിഫറൻസ് 1 175. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് 40 എന്ന് പറയുമ്പോഴത്തേക്ക് 400ഉം 150, 300, 700, 7000. Basic questions. Cost price of 50 item, CP of 50 item is equal to market price of 30 item എന്ന് പറയുമ്പോഴത്തേക്ക് MP/CP എന്ന് പറയുമ്പോൾ 5/3 എന്ന് വരും. CP MP തന്നിട്ടുണ്ട്, 5/3 ഉണ്ട്. നോ പ്രോഫിറ്റ് നോ ലോസ് ഈസ് മെയ്ഡ് ഇൻ സെല്ലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് SP എന്ത് തന്നെ ആയിരിക്കും? 3 തന്നെ ആയിരിക്കും അല്ലേ? എന്നാലേ നോ പ്രോഫിറ്റ് നോ ലോസ് ആവത്തുള്ളൂ. അപ്പൊ ഡിസ്കൗണ്ട് എത്ര വരും? 2/5, 40%. അടുത്ത കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് അരുൺ പർച്ചേസ് ഡേറ്റ് ആപ്പിൾ ഫോർ 40 എന്ന് പറയും. നമ്മുടെ നേരത്തെ കേസ് അല്ലേ? പക്ഷെ ഇതല്ലാണ്ട് ചെയ്യേണ്ടി വരുവേ. 8 ആപ്പിൾ 40 രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാപ്പിളിന് എത്ര വരും? 40/8 എന്ന് പറയുമ്പോൾ ഒരാപ്പിളിന് 5 രൂപ. 10 ഓറഞ്ച് 30 രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഓറഞ്ചിന് 3 രൂപ. ഇനി എന്താ പറയുന്നേ? പക്ഷെ അതല്ലടാ, ഇത് മറ്റേ അല്ല, അല്ലാണ്ട് ചെയ്യാലോ? പറ്റുമോ? ചെയ്യാൻ കുഴപ്പമില്ല. നമുക്ക് ഇവിടെ എന്ന് പറയുമ്പം അരുൺ പർച്ചേസ് 40 രൂപയ്ക്ക് ആപ്പിൾ വാങ്ങിച്ച് 8 ആപ്പിളിന് 40 രൂപയായി, 10 ഓറഞ്ചിന് 30 രൂപയായി, മൊത്തം അവന് ചിലവായത് 70 രൂപ. ഇവിടെ ഒരാപ്പിളിന് 6 രൂപ വെച്ച് 8 ആപ്പിൾ എന്ന് പറയുമ്പോൾ 48 രൂപയും, ഒരാപ്പിളിന് 4 രൂപ വെച്ചിട്ട് 10 എണ്ണം എന്ന് പറയുമ്പോൾ 40. ഇപ്പൊ എത്ര? 88 രൂപയെ. 18/70 ഇവന്റെ. പക്ഷെ അങ്ങനെ വരുമോ?
സെൽസ് ഈക്വൽ ക്വാണ്ടിറ്റി ക്വസ്റ്റ്യൻ മാറ്റി. അതാണ് ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ വായിക്കാണ്ട് ചെയ്യാതുള്ള പ്രശ്നങ്ങൾ. വാട്ട് വിൽ ബി പ്രോഫിറ്റ് ഓൺ സിവി സെൽ ഈക്വൽ ക്വാണ്ടിറ്റി ഓഫ് ബോത്ത്. ഈക്വൽ ക്വാണ്ടിറ്റി ഓഫ് ബോത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ആപ്പിൾ 8 ഉള്ളു. അപ്പൊ 8 ആപ്പിളും 8 ഓറഞ്ചും വിൽക്കുകയാണ്. 8 ഓറഞ്ച് എന്ന് പറയുമ്പോൾ 8 4 32. ഒരെണ്ണത്തിന്റെ കണ്ടുപിടിച്ചാ പോരെ? എങ്ങനെയാടാ? അതായത് ഒരു ആപ്പിളിന് 5 രൂപ, 5 രൂപ, അതേപോലെ ഒരു ഓറഞ്ചിന് 3 രൂപ, അപ്പൊ 8 ടോട്ടൽ കോസ്റ്റ്. ഓക്കെ. പിന്നെ ഒരു ആപ്പിളിന് സെല്ലിംഗ് പ്രൈസ് 6ഉം ഓറഞ്ചിന് 4 എന്ന് പറയുമ്പോ 10 SP കിട്ടും. മതി 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 അപ്പൊ മതി. ഒരെണ്ണത്തിന്റെ കേസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. കുറെ ആകുമ്പോഴത്തേക്ക് കൺഫ്യൂഷൻ ആവും. സെയിം അല്ലേ വരുന്നത്? സെയിമാ വരുന്നത്. ഇവിടെ എന്ന് പറയുമ്പോ 4 3 7 1 8. സെയിം ആണോ വരുന്നത്? സെയിം ആണോ വരുന്നത്? 1/7 1/7 ആണല്ലോ വരുന്നത്. തൊറ്റി വ്യത്യാസം വരികയല്ലേ ഉത്തരം? നീ നോക്കിയേ, നീ നേരത്തെ എങ്ങനെ ചെയ്തേ? ഒരാപ്പിളിന് 5 രൂപ, ഒരെണ്ണത്തിന് മറ്റേന് 3 രൂപ. വിറ്റപ്പ എങ്ങനെയായിരുന്നു? ഒരെണ്ണത്തിന് 6 രൂപയും മറ്റേന് 4 രൂപയും വെച്ചിട്ട്. അപ്പൊ എത്ര വന്നു? 8ഉം 10ഉം വന്ന് നമ്മൾ 1/4 25% പ്രോഫിറ്റ് കിട്ടി. പക്ഷെ നീ ശരിക്കും ആലോചിച്ച് നോക്കി, നീ ലോജിക്കലി ഇനി തിരിച്ചു നമുക്ക് കൺവെൻഷനിലൊന്ന് പോവാം. 8 ആപ്പിളിന് 40 രൂപ എന്തായാലും പോട്ടെ, അവൻ എന്തായാലും 40 രൂപ ചിലവാക്കി, വേറെ കയ്യിൽ നിന്ന് പോയി. 30 രൂപ ഇവിടെ കയ്യിൽ നിന്ന് പോയി. അപ്പൊ 70 രൂപ ഓൾറെഡി അവൻ്റെ കയ്യിൽ നിന്ന് ചിലവായി. ഇനി വിറ്റ കേസ് എങ്ങനെയാണ്? ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് വിറ്റത്. ഈക്വൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പം 8 ആപ്പിളും 10 ഓറഞ്ചും ഉള്ളൂ. അപ്പൊ നമുക്ക് ഈക്വൽ ആക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി 8ഉം 8ഉം ആക്കാനേ പറ്റൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരാപ്പിളിന് 6 വെച്ചിട്ട് അല്ല, ആപ്പിളിന് 6 വെച്ചിട്ട് ഇവിടെ 48ഉം ഓറഞ്ചിന് 4 വെച്ചിട്ട് ഇവിടെ 32. അങ്ങനെയാണെങ്കിൽ 4 3 7 1 8 80 രൂപ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നിലവിലുള്ള അവന്റെ പ്രോഫിറ്റ് 1/7 14 പോയിന്റ് വരണ്ടേ? ഇതിന്റെ ആൻസർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയണേ. ക്വസ്റ്റ്യൻ നമ്പർ എത്രയായിരുന്നു? 16. 25% എടുത്തു. ആപ്പിള് 40, ഓറഞ്ച് 40. പക്ഷെ എനിക്ക് ഈ ഉത്തരത്തിനോട് താല്പര്യമില്ല. കാരണം സെല്ലിങ്ങിന്റെ സമയത്തല്ലേ ഈക്വൽ ആക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ബൈന്റെ സമയത്ത് ഈക്വൽ ആക്കാൻ കൺഫ്യൂസിങ് ആണ്. അതല്ല എന്താടാ? അതല്ല, നമുക്കിപ്പോ ഇത് സാധനം ഈക്വലാന്ന് പറയുമ്പോ ഒരെണ്ണത്തിൽ കണ്ടുപിടിച്ചാലും പോരെ? ഇല്ലടാ, നമ്മൾ ഇതിപ്പോ ജസ്റ്റ് വല്ല റാൻഡം ആയിട്ട് എങ്ങനെയെങ്കിലും കയറി വന്നിരിക്കും. പക്ഷെ മെയിൻസിനൊക്കെ ചെയ്യുമ്പോ അങ്ങനെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് തെറ്റുവേ. ഇങ്ങനെ ഇതിപ്പോ എന്തോ ലക്കിന് വന്നതാ. പക്ഷെ അല്ല, ഇപ്പൊ ഒരു ആപ്പിളിന് 5 രൂപ, പിന്നെ അതേപോലെ ഒരു ഓറഞ്ചിന് 3 രൂപ. അപ്പൊ 5ഉം 3ഉം എന്നുള്ളത് അല്ല, മനസ്സിലായി. ഇതിപ്പോ നിലവിലത്തെ കേസില് അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഈക്വൽ ആയോണ്ട് സെറ്റ് ആയതാവാം. കാരണം നീ ആ 5ഉം 3ന്റെയും കൺസെപ്റ്റ് വന്നത് എങ്ങനെയാണ്? ഇവരുടെ സെയിം രീതിയിൽ തന്നെ നീ എടുത്ത് ഒരാപ്പിള് വാങ്ങിച്ചു, ഒരു ഓറഞ്ച് വാങ്ങിച്ചു, ഒരാപ്പിള് വിറ്റു, ഒരു ഓറഞ്ച് വിറ്റു. നീ ആ സെയിം കൺസെപ്റ്റിൽ പോയോണ്ടാണ് നിനക്കും 25% ആൻസർ കിട്ടിയത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, മെയിൻസിൽ അവന്മാരുടെ പെർസ്പെക്റ്റീവ് മാറും. ഇങ്ങനെ തന്നെ വരണമെന്നില്ല. കാരണം എങ്ങനെ ആവാം, ഇവന്മാരിപ്പോ ഓറഞ്ച് നാശായി പോയി, അതുകൊണ്ടല്ല. ഇപ്പൊ ഇവൻ ഓൾറെഡി വാങ്ങിച്ചു കഴിഞ്ഞു, പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്തായാലും ഇവന്റെ കയ്യിൽ നിന്ന് 70 രൂപ ചെലവായല്ലോ. അല്ലെങ്കിൽ നമ്മളിപ്പോ
മറ്റേ കണ്ടീഷൻ എടുക്കുവാണെങ്കിൽ ആ 2 ഓറഞ്ചിന്റെ കാര്യം അവിടെ വരുന്നില്ലല്ലോ. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ ഒരു അപാകത വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ സെല്ല് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഈക്വലിന്റെ കേസും പറയുന്നുള്ളൂ. സ്കിപ്പ് ചെയ്യും, ഇത് ചുമ്മാ ഇതിനൊന്നും സമയം കളഞ്ഞില്ല, ആലോചിച്ച് സമയം കളയണ്ട. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, മറ്റേ നമ്മൾ ക്വസ്റ്റ്യനിൽ വാട്ടറിന് എവിടെയെങ്കിലും പ്രൈസ് വരുന്നുണ്ടെങ്കിൽ 0 ആയിരിക്കും. പ്രൈസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. മെയിൻസിന് ഞങ്ങൾ ഒരു തവണ ചെയ്തപ്പോഴും പ്രൈസ് ഓഫ് വാട്ടർ 0 ഇട്ടിന് ചെയ്ത്, പക്ഷെ ഉത്തരം കിട്ടുന്നില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് കണ്ടീഷൻ ഉണ്ടായിരുന്നു, പ്രൈസ് ഓഫ് വാട്ടർ 1 2 അങ്ങാണ്ടൊക്കെ ആയിരുന്നു. നമ്മൾ എത്രയും നമ്മൾ 1 വർഷവും 1.5 വർഷവും ചെയ്യുന്ന കണക്കിൽ മൊത്തം പ്രൈസ് ഓഫ് വാട്ടർ 0 ആയിരുന്നു. ബട്ട് ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ മാത്രം അവന്മാർ വെള്ളത്തിന് പൈസ കിട്ടും. അതുകൊണ്ട് ഈ ടൈപ്പൊക്കെ വരുന്നൊന്ന് ശ്രദ്ധിക്കുക. പക്ഷെ വരാറില്ല, എക്സാമിന് കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും. കൺഫ്യൂസിങ് സാധനങ്ങളൊന്നും കിട്ടത്തില്ല. അടുത്ത കേസ് എന്ന് പറയുമ്പോൾ 3 ആർട്ടിക്കിളിന്റെ കോസ്റ്റ് പ്രൈസ് സെയിം ആണ്. 10% പ്രോഫിറ്റ്, 10 പവനിന്ന് 15% പ്രോഫിറ്റ്, 3/20, 2023, 10% ലോസ്, 10 9. അപ്പൊ എല്ലാത്തിനും ഡബിൾ ചെയ്താൽ മതിയല്ലോ. 20 22 20 18. എല്ലാത്തിന്റെയും CP സെയിം എന്നല്ലേ പറഞ്ഞിരുന്നത്. ഫൈൻഡ് ദ ഓവറാൾ പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ്. ടോട്ടൽ 60. ഇവിടെ ആകുമ്പോഴോ 2 1 4 5 6 63. 3/60 എന്ന് പറയുമ്പോഴത്തേക്ക് 1/20 എന്ന് പറയുമ്പോൾ 5% പ്രോഫിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 20% is given on a product, then 4% ലോസ്. 20% ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 5 4 കൊടുത്തു കഴിഞ്ഞാൽ ലോസ് 4% എന്ന് പറയുമ്പോൾ 1/25 ആണ്. എന്ന് വെച്ചാൽ 25 24. അപ്പൊ 6 4 24 6 5 30. ഓക്കെ, ശരി. അപ്പം റേഷ്യോ കിട്ടി. CP MP SP സെറ്റായി. when a discount of 6.5% is given on the same product, what will be the profit percentage എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും? അപ്പോൾ 30ന്റെ 6.5%. 6.5%നെ ഞാൻ ഡിസ്കൗണ്ട് അല്ലേടാ, 6.5% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ബാക്കി എത്രയാണ് വരുന്നത്? അടുത്ത നമ്പർ ഇട്. ബാക്കി എത്രയാണ് വരുന്നത്? 94 93.5. 93.5 by 100. ഇതാണ് എന്ത്? SP. ഇത് സെല്ലിംഗ് പ്രൈസ് ബൈ CP എത്രയാ? 25. 6/5. 5 വെച്ചിട്ട് 1 3 8 7 6 48 42 2 2 12.2 കിട്ടിയ? ഈ കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്തെന്താ കിട്ടിയിട്ട്? ഞാൻ ഇത്ര നാള് കഴിഞ്ഞിട്ട് ചെയ്യുന്നത്, നിങ്ങൾ എന്നെക്കാളും മുന്നേ ചെയ്യേണ്ടുന്നേ ഇത്. കാൽക്കുലേഷൻ പെട്ടെന്ന് ആക്കിയേ. ഞാനൊക്കെ പേന തൊട്ടിട്ട് തന്നെ കാലങ്ങളായി. ഞാൻ എത്ര നാളായി ലൈവ് എടുത്തിട്ട്? ഇപ്പൊ തന്നെ എത്ര നാളായി? ഇപ്പോ അടുത്ത ക്വസ്റ്റ്യൻ. കോസ്റ്റ് പ്രൈസ് ഓഫ് എ എന്ന് പറയുന്ന ട്വൈസ് ഓഫ് ബി ആണ്. CP എയും ഉണ്ട് ബിയും ഉണ്ട്. കോസ്റ്റ് പ്രൈസ് ഓഫ് എ എന്ന് പറയുന്നത് ട്വൈസ് ഓഫ് ബി ആണ്. ഇപ്പോൾ സെല്ലിംഗ് എ ആൻഡ് ബി, ദർ ഇസ് എ പ്രോഫിറ്റ് ഓഫ് 8.3 ആൻഡ് 14.4. ഞാൻ മെനക്ക് ഡെസിമൽ വന്നാൽ ഞാൻ നേരെ 100ൽ പോകും. അപ്പോൾ 100 ആണെങ്കിൽ 8.3. അപ്പോൾ 200 ആകുമ്പോഴത്തേക്ക് എത്ര വരും? 16.6. അപ്പോൾ എത്ര വരും? 216.6 ആദ്യത്തേത്. രണ്ടാമത്തേത് ഇത് തന്നെയാണ്, 114.4. രണ്ടാമത്തെ സെല്ലിംഗ് പ്രൈസ് കിട്ടി. ഇനി എന്താ പറയുന്നത്? ദ ടോട്ടൽ പ്രോഫിറ്റ് ഒബ്റ്റൈൻഡ് എന്ന് പറയുന്നത് 186. കൂട്ടുമ്പോഴത്തേക്ക് എത്ര വരുന്നത്? 10 10 11 2 3 331. എന്തായാലും ആട്ടെ, ഇത് കൂട്ടിയപ്പോൾ എത്ര കിട്ടിയേ? ഓക്കെ, ഞാൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ
331 186 200 എത്ര? 1200. പ്രോഫിറ്റ് മാത്രല്ലേ പ്രോഫിറ്റ് മാത്രല്ലേ ഈ 186? ഓ ചുമ്മാ അല്ല, അതല്ല ഒരു ബന്ധമില്ലാത്ത ഉത്തരം. പ്രോഫിറ്റ് എന്ന് പറയുമ്പോ എത്ര വരുന്നേ? 300 ഉണ്ടല്ലോ, ബാക്കി എടുത്ത കാര്യമല്ലോ. 331 186. അങ്ങനെയാണെങ്കിൽ 200 എത്ര? അപ്പൊ 6 2 12 1200. അടുത്ത കേസ്, ഡീലർ മാർക്കപ്പ് ഇസ് ഗുഡ് 20% ഓക്കെ. 5 6 ആൻഡ് സോൾഡ് 75%. കുറെ നാളെ സാധനം ചെയ്തിട്ട്. ഇതൊന്നും ചെയ്തേ, ഇത് കുറച്ചധികം നാളായിട്ടുണ്ട് ഈ സാധനം വന്നിട്ട്. നീലമാലകേ കിട്ടിയാ? Approximately that. Huh? 23.380 by 1600 ആണ്. ഓക്കെ, ഇപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ ആ പ്രോഡക്റ്റിന്റെ ഡിവിഷൻ നോക്കുക. ഇവിടെ എത്ര പറയുന്നത്? 75% ഓഫ് ദ ഗുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ്സിന്റെ 75% നമ്മൾ 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം 4 ഗുഡ്സ് ഉണ്ടായിരുന്നു, അതിൽ 3 എന്തൊക്കെയാ പറയുന്നത്? ക്വസ്റ്റ്യൻ കണ്ടീഷൻസ് നോക്കുക. മാർക്കപ്പ് ചെയ്തു, ഓക്കെ ശരി, 20% മാർക്കപ്പ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മുടെ CP നമ്മൾ 100 ആണല്ലോ, എന്നിട്ട് 120 മാർക്കപ്പ് ചെയ്തു. ഇനി എന്താ പറയുന്നത്? 75%-ന് 25% പ്രോഫിറ്റ് വിറ്റു. 75% എന്ന് പറയുമ്പോൾ 3 എന്ത് ചെയ്തു? 125 രൂപയ്ക്ക് വിറ്റു. ബാക്കിയുള്ളത് ഒരെണ്ണത്തിന് എന്ത് ചെയ്തു? മാർക്കറ്റ് പ്രൈസിലും വിറ്റു, 120 വിറ്റു. 4 എത്ര രൂപയാ? CP 100 രൂപ. അപ്പൊ മൊത്തം 4 400 രൂപ. എത്ര രൂപയ്ക്ക് വിറ്റു? 300 375 120 കൂടെ എത്ര വരും? 495 രൂപയ്ക്ക് വിറ്റു. 400 രൂപയുടെ സാധനം 495 വിറ്റു എന്ന് പറയുമ്പോൾ 95/400. അപ്രോക്സിമേറ്റ്ലി ഞാൻ ചെയ്തപ്പോഴത്തേക്ക് എത്ര വന്നു? 100 ആയിരുന്നു എന്നുണ്ടെങ്കിൽ 25% വന്നേനെ. അതിൽ നിന്നൊരു ചെറിയ കുറവ് 25 ഇച്ചിരി കുറവെന്ന് പറയുമ്പോൾ മിക്കവാറും ഇതായിരിക്കും മോസ്റ്റ് പ്രോബബിളി. അല്ലെ പിന്നെ കട്ട് ചെയ്ത് നോക്കണം. കട്ട് ചെയ്ത് നോക്കാനാണെങ്കിലും എത്രയാ വരുന്നത്? എന്ത് ചെയ്യാം? 95/4 × 100 എടുത്ത് ഞാൻ എന്നുവെച്ചാൽ 95/100 നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കാരണം 5% 1/20 ആണെങ്കിൽ 5ന്റെ ബാക്കിയാണ് 95. അപ്പൊ 19/20 കിട്ടും. പിന്നെ ഒരു 4 കൂടെ വരും.
19/20. അല്ല സോറി, വരുമോ? വരും ബൈ 4 കൂടെ ആകുമ്പോൾ 19/80. 19/80 പിന്നെ പെർസെൻറ്റേജ് ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇൻറ്റു 100 കൂടെ വരുമ്പോഴത്തേക്ക് 5/4 വരും. ചെയ്താൽ മതി, കുഴപ്പമില്ല. 95/400 ഇൻറ്റു 100, 95/4 അത്രയും കിട്ടും. അടുത്ത കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് 2 articles A and B, 2 articles A and B are sold at 25%, 40% profit എന്ന് പറയുന്നത്. ഓക്കെ, ഈ കേസ് എന്താണ്? എ ഉണ്ട്, ബിയും ഉണ്ട്. സി പിന്റെ ഡിഫറൻസ് 120 ആണ്. സി പിന്റെ ഡിഫറൻസ് 120 ആണെങ്കിൽ ഇനി പറയുന്നത് എ എന്ന് പറയുന്നത് 25 പ്രോഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 4, 5, ബി എന്ന് പറയുമ്പോൾ 40% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 5, 7. ടോട്ടൽ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് കളിക്കാം. ഓക്കെ, സി പി ഉണ്ട്, എസ് പി ഉണ്ട് അല്ലേ? സി പി ആദ്യത്തെ കേസിൽ എത്രയാണ്? സി പി എന്ന് പറയുന്നത് 4ഉം 5ഉം. രണ്ടാമത്തെ കേസിലോ 5ഉം 7ഉം. ആദ്യത്തെ കേസിലെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. രണ്ടാമത്തെ കേസിലെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2 ആണ്. ക്രോസ് പ്രോഡക്റ്റ് നമ്മൾ എങ്ങനെയാ ചെയ്യുന്നേ? ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 178. അപ്പോൾ 1ഉം 2ഉം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് 178. ഇനി എന്താ ചെയ്യുന്നത്? കോസ്റ്റ് പ്രൈസ് ഓഫ് എ ഈസ് 120 ലെസ് ദാൻ ബി. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഡിഫറൻസ് ആണ് 120. ഡിഫറൻസ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ശ്രദ്ധിക്കണം? സൈഡ് ശ്രദ്ധിക്കണം. ആരാ വലുത്? അല്ല, ആരാ ചെറുത്? കോസ്റ്റ് പ്രൈസ് ഓഫ് എ ആണ് ചെറുത്. അപ്പൊ ചെറുതിന് നമ്മൾ മൈനസ് ഇടുക കോസ്റ്റ് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ. ഇനി എന്ത് ചെയ്യുക? ആരെയാ കണ്ടുപിടിക്കാൻ പറഞ്ഞ? സി പി ഓഫ് ബി. 5 കണ്ടുപിടിക്കാൻ പറഞ്ഞ, അല്ലെങ്കിൽ ഈ റോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ മറ്റേ റോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ എങ്ങനെ വരും? ഞാനിപ്പോ 4ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പം എങ്ങനെ വരും? -4 × 178 പ്ലസ് 1 × 120. അടുത്ത കേസ് എന്താ വരുന്നത്? അവിടെ നിന്ന് അടുത്തേയും പോവാം. ആദ്യം ഞാനിപ്പോൾ വാല്യൂവിനെ എടുത്തു, സോറി, അത് ചെയ്യാം, പക്ഷെ ഞാൻ അല്ലാണ്ട് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ആ റേഷ്യോസിന്റെ ക്രോസ് ചെയ്യുക. ഞാൻ 4ൽ നിന്ന്, എനിക്ക് 5 ആണ് കണ്ടുപിടിക്കാനുള്ളത്, അല്ലെങ്കിൽ സെക്കൻഡ് റോ കണ്ടുപിടിക്കാനുള്ളതുകൊണ്ട് ഞാൻ ഫസ്റ്റ് റോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. 4ൽ നിന്ന് തുടങ്ങാം, 1ൽ നിന്ന് തുടങ്ങാം, എവിടെ നിന്ന് തുടങ്ങിയാലും രണ്ടാമത്തെ തവണ അതിൽ നിന്ന്. ഇപ്പം ഞാൻ ഇപ്പൊ 4ൽ നിന്ന് തുടങ്ങുകയാണ്. 4ൽ നിന്ന് തുടങ്ങുമ്പോൾ ആദ്യം റേഷ്യോസിനെ ക്രോസ് ചെയ്യുക. -4 × 2 പ്ലസ് 1 × 5. ഇതാണ് ഇനി മറ്റേത് ക്രോസ് ചെയ്യുക. പക്ഷെ അവിടെയും ഈ 4ൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. എന്താണ്? -4 × 178 പ്ലസ് 1 × 120. ഇതാണ് ഇതെങ്കിൽ 5 കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. വേഗം സോൾവ് ചെയ്യും. 5 - 8 -3 ആണ്. 20 - 28 4 4 7 32. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? റെക്കോർഡിംഗ് ആണ്. ഞാൻ ചലിക്കട്ടെ? ചലിച്ചോ. 120 2 9. മൈ ഗാഡ്, 8 ആണ് 592. 15 49 അല്ല, -4 370 കിട്ടിയാ? ഇതൊന്നും കൂടിയും പറഞ്ഞുതരും. ഒരു വട്ടം കൂടി പറഞ്ഞുതരും.
പറഞ്ഞുതരാമല്ലോ. എത്ര ചെയ്തത്? ക്രോസ് പ്രൊഡക്റ്റ് ആണോ? ആ ഫസ്റ്റത്തെ കേസ് എന്തായിരുന്നു? ഇവിടെ നമുക്ക് സി പി ഉണ്ട്, എസ് പി ഉണ്ട്. ഓക്കെ, ആദ്യത്തെ കേസിൽ എത്രയായിരുന്നടാ? 4:5. 25% പ്രോഫിറ്റ്. അപ്പോൾ 4:5. ആദ്യത്തെ കേസിലെ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എന്റെ തന്നിട്ടുണ്ട് 4:5. ബിന്റെ തന്നിട്ടുണ്ട് എത്രയാണ്? 5:7. 5:7. എന്നിട്ട് നമുക്ക് തന്നിട്ടുള്ള എന്തൊക്കെയാണ്? സി പിന്റെ ഡിഫറൻസും തന്നിട്ടുണ്ട്, ടോട്ടൽ പ്രോഫിറ്റും തന്നിട്ടുണ്ട്. നമുക്ക് റേഷ്യോ തന്നെ ആക്ച്വലി ഈ റേഷ്യോസ് തമ്മിൽ ഒരു ബന്ധവും ഇല്ലേ? 4:5ഉം 5:7ഉം തമ്മിൽ ഒരു റിലേഷനും ഇല്ല. പക്ഷെ നമുക്ക് നേരെ നമുക്ക് എടുക്കാമല്ലോ. 4ഉം 5ഉം സി പിയും എസ് പിയും ആണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് എന്തായാലും അതിൽ നിന്ന് എടുക്കാം. അപ്പൊ ആദ്യത്തേലെ പ്രോഫിറ്റ് 1 ആണ്, രണ്ടാമത്തേലെ പ്രോഫിറ്റ് 2 ആണ്. ഇപ്പൊ ചിലപ്പോ രണ്ടാമത്തെ റേഷ്യോ നമ്മൾക്ക് കിട്ടിയത് 5:4 ആയിരുന്നു, അല്ലെങ്കിൽ 5:3 ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് വെച്ചാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് എന്താക്കണം? -2 ആണ് പ്രോഫിറ്റ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതേ സാധനം നമുക്ക് ലോസിന്റെ ബേസിസിലും ചെയ്യാം. ലോസസിന്റെ ബേസിൽ ചെയ്യാനാണെങ്കിൽ ഇവിടെ പ്രോഫിറ്റ് ആണ്, പക്ഷെ നമ്മൾ തിരിച്ചിടും -1 ലോസ്. സൈൻ തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇവിടുത്തെ ലോസ് 2 എന്ന് വരും. ഓൺ ദ ബേസിസ് ഓഫ് ലോസിൽ ചെയ്യാനാണെങ്കിൽ സൈൻ കൺവെൻഷൻസ് നല്ലതാ ചെയ്യുന്നത്, അത് വിടും. ഇപ്പൊ ഇവിടുത്തെ കേസിൽ 7 ആണ്. ഇപ്പൊ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്. ശരി, നമുക്ക് ആവശ്യമുള്ളത് ഇവന്മാരെ രണ്ടുപേരെയും മാത്രമേ ഉള്ളൂ. ഞാൻ മാറ്റി എഴുതണം. 4:1 5:2. ഇവിടെ സി പി ഉണ്ട്, ഇവിടെ പ്രോഫിറ്റ് ഉണ്ട്. ടോട്ടൽ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയായിരുന്നു? 178. സമ്മിന്റെ കേസിലാണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യണ്ട, അത് അതുപോലെ ഇട്ടേക്കുക. അടുത്ത കേസിൽ സി പിയുടെ ഡിഫറൻസാ. സി പിയുടെ ഡിഫറൻസ് എത്രയാ പറഞ്ഞിരിക്കണം? 120. ഡിഫറൻസ് ആണെങ്കിൽ ലോജിക്കലി ഇതിൽ ഏതാണ് ചെറുതെന്നുള്ളത് നോക്കുക. ഇതറിഞ്ഞാലേ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ കേസിലാണെങ്കിൽ അമ്മമാര് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് പറഞ്ഞിരിക്കണേ? പോയാ ഇവിടെ എ ആണ് 120 ലെസ് ദാൻ ബി എന്ന്. അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ട് എന്റെ സി പി ആണ് കുറവ്, അതുകൊണ്ട് ആ ചെറിയ വാല്യൂവിനെ നമ്മൾ മൈനസ് ഇട്ട് കൊടുക്കും. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൽ നമുക്ക് ആക്ച്വലി ഇങ്ങനെ ഒരു രണ്ട് റേഷ്യോയും ഒരു വാല്യൂ സെറ്റും ഉണ്ടെങ്കിൽ, ഇതൊരു റേഷ്യോ സെറ്റ്, റേഷ്യോ വാല്യൂ, രണ്ട് റേഷ്യോയും വാല്യൂസും ഉണ്ടെങ്കിൽ നമുക്ക് ക്രോസ് ചെയ്യാം. ഭയങ്കര എളുപ്പം. ക്രോസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്തുള്ള എന്ത് വാല്യൂ വേണമെങ്കിലും നിനക്ക് കണ്ടുപിടിക്കാം. നിനക്ക് ഇത് കണ്ടുപിടിക്കാം, ഇത് കണ്ടുപിടിക്കാം, ഇത് കണ്ടുപിടിക്കാം, ഇത് കണ്ടുപിടിക്കാം. വേണമെങ്കിൽ ഇതിന്റെ ഈ 4 ഏത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. അപ്പം ഇവിടെ ഇപ്പം ഡയറക്റ്റ് ആയിട്ട് അവർ പറഞ്ഞു ഏതാണ്? ബിന്റെ സി പി കണ്ടുപിടിക്കാൻ അവർ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഇനി എന്താണ്, ഏതാണ് കണ്ടുപിടിക്കാനുള്ളതെന്ന് നോക്കാം. നമ്മൾ സെക്കൻഡ് റോയിലുള്ള വാല്യൂ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ റോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റത്തെ റോയില് ഇതിൽ ഏത് വേണമെങ്കിലും നിനക്ക് ചൂസ് ചെയ്യാം. ഞാനിപ്പം 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ആദ്യം റേഷ്യോസിനെ ക്രോസ് ചെയ്യാം. എങ്ങനെ വരും? 1 × 5 പ്ലസ് -4 × 2. ഇതാണ്. ഇനി വാല്യൂവിനെ ക്രോസ് ചെയ്യാം. പക്ഷെ 1 നിന്ന് തന്നെ അടുത്തത് സ്റ്റാർട്ട് ചെയ്യണം. ആദ്യം ഏതിൽ നിന്നാണോ തുടങ്ങിയത് അതിൽ നിന്ന് തന്നെ രണ്ടാമതും തുടങ്ങിക്കണം. 1 × 120 മൈനസ്, ഹലോ, ഓ 1 × 5 മൈനസ് അല്ലേ? മൈനസ് ആണ്, മൈനസ് ആണ്, മൈനസ് ആണ്. മൈനസ് ആണോ?
മൈനസ് ആണ്. ക്രോസ് പ്രോഡക്റ്റ് എപ്പോഴും നമ്മൾ നെഗറ്റീവ് അല്ലേ എടുക്കുക? അല്ല ശരി, ഓക്കെ മറന്നുപോയത്. ഓക്കെ മൈനസാ. ഓക്കെ ഇവിടെ മൈനസ് ഇട്ടല്ലോ, ശരി മൈനസ് മാറിപ്പോയതാ. 1 into 5 എന്തായാലും ഇവിടെ നോക്കാം, കുഴപ്പമില്ല, നോക്കാം. മൈനസ്. അപ്പോ ഇത് വന്നു ഇങ്ങനെ. അപ്പോ ഇങ്ങനെയാണെങ്കിൽ എനിക്കിനി 5ഉം കണ്ടുപിടിക്കാം, 2ഉം കണ്ടുപിടിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് എന്ത് ചെയ്യാം, എനിക്ക് 4ന്റെ ബേസിസിൽ ചെയ്യാൻ ഞാൻ നേരത്തെ ചെയ്ത പോലെ 4ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 4ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? -4 into 2 minus 1 into 5. എടി മൈനസ് ആണോ ഞാൻ നേരത്തെ ഇട്ടേ? നേരത്തെ തെറ്റി. ആൻസർ 320 കിട്ടേണ്ട, അങ്ങനെ 370 കിട്ടിയേ. എനിക്ക് 320 വന്നേ. എനിക്ക് 370 ആൻസർ ഉണ്ടല്ലോ അതിനകത്ത്. എന്റെ 320 അതിനകത്തുണ്ടല്ലോ. ആൻസർ ഏതാ നോക്കട്ടെ. ഫസ്റ്റ് നമ്പർ ഏതാ? 21. 320. അപ്പൊ പിന്നെ നീ ഏതാ ഇട്ട? മൈനസാ. മൈനസാ. എന്നാ മൈനസ് എനിക്ക് മൈനസ് എന്തായാലും നമ്മൾ ചെയ്ത് നോക്കാം. അപ്പൊ അടുത്ത കേസ് ആകുമ്പോഴത്തേക്ക് 4 into 2 minus 1 into 5 ആണ്. വീണ്ടും 4ൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. -4 into 178 മൈനസ് 1 into 120. 8 മൈനസ് 5 13 ആണ്. -13 ആണ്. ഇവിടെ എത്രയാ വരുന്നത്? 712. 2 4 5 6 712 832 ആണോ? മൈനസ് 832. ഇത് മൈനസും കട്ടായി പോകും കേട്ടോ. പിന്നെ ഇപ്പൊ എത്ര വരുന്ന? 65 78 68 6 60 52 64. അപ്പൊ 1 എന്ന് പറയുന്നത് 64 ആണെങ്കിൽ 5 എന്ന് പറയുമ്പോഴത്തേക്ക് 320. അപ്പൊ എന്ത് കിട്ടിയതാ? ഇത് 320 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതും കിട്ടുമല്ലോ. 64 128 എന്ന് കിട്ടും. ഇത് രണ്ടും വെച്ചാൽ നമുക്ക് 7 കണ്ടുപിടിക്കാൻ പറ്റും. ഇനി തിരിച്ചും ചെയ്യാം. ഇനി നമുക്ക് അമ്മമാര് പറഞ്ഞത്, നമ്മൾക്ക് എന്താ പറഞ്ഞത്? ഇനി അവരിപ്പം CP of A ആണ് കണ്ടുപിടിക്കാനുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 4 കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് റോ കണ്ടുപിടിക്കണമെങ്കിൽ സെക്കൻഡ് റോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. സെക്കൻഡ് റോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ 5 into ആദ്യം റേഷ്യോസിനെ ക്രോസ് ചെയ്യുക. 5 into 1 മൈനസ് 2 into -4 ആണ്. ഇനി വാല്യൂ 5 into 178 മൈനസ് 2 into 120. ഓക്കെ, ഏത് റോയാണ് കണ്ടുപിടിക്കേണ്ട അത് വേണല്ലേ അടിയത്തെ സ്ഥാനത്തോണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ. എന്താടാ? അല്ല, ഏത് റോയാണ് കണ്ടുപിടിക്കേണ്ട അതാണല്ലേ ഏറ്റവും അടിയത്തെ സ്ഥാനം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. അതെ, അത് ഞാനിപ്പോ പഠിച്ചു വെച്ചേക്കണത് എങ്ങനെയാ? ഏത് റോയാണോ കണ്ടുപിടിക്കാനുള്ളത് അതിന്റെ ഓപ്പോസിറ്റ് റോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. മറ്റേ റോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 5 ഈ ബിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇപ്പുറത്തെ റോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഈ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ചെയ്ത് നോക്കിയാൽ മതി. PDF കിടപ്പുണ്ട്, ഗ്രൂപ്പിൽ കാണും. ഇതിന്റെ മാത്രം PDF കിടപ്പുണ്ട്, ക്രോസ് പ്രോഡക്റ്റിന്റെ മാത്രം. ചെയ്തൊന്നല്ലേ, അത് എവിടെയെങ്കിലും ഒക്കെ ആവശ്യം വരുന്ന സാധനങ്ങൾ. അതിപ്പോ ഇതിനകത്ത് കോണ്ടിലാണോ? കോണ്ട് ക്ലാസ് എടുക്കുന്ന ഏതിലെ? ബിഗിനേഴ്സിനകത്തുണ്ടല്ലോ ക്രോസ് കിടക്കുന്നത്. ക്രോസ് പ്രോഡക്റ്റ് 1 2 3 PDF ഇതിനകത്ത് എവിടെയെങ്കിലും കാണും. ഇല്ലാന്നുണ്ടെങ്കിൽ കോൺസ് ബൈ ജിഷ്ണു എന്നും പറഞ്ഞ ഇതിനകത്തുണ്ട്. ഈ സാധനത്തിനകത്ത് ഒരെണ്ണം കിടപ്പുണ്ട്, PDF ഉണ്ട്, അല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്. അല്ലെങ്കിൽ കോൺസ് ബൈ ജിഷ്ണുവിനകത്ത് കാണില്ലേ?
അത് അടക്കുന്നു. ഇതിനകത്ത് ലാവിഷ്, ഇതിനകത്ത് ആവശ്യം പോലെ കിടപ്പുണ്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. പിന്നെ ഏതാ അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് കോസ്റ്റ് പ്രൈസ് സെയിം ആസ് സെല്ലിംഗ് പ്രൈസ്, അല്ല കോസ്റ്റ് പ്രൈസ് ഈസ് സെയിം ആൻഡ് സെല്ലിംഗ് പ്രൈസ് ഈസ് റെഡ്യൂസ്ഡ് ബൈ 40%. പ്രോഫിറ്റ് റെഡ്യൂസ്, ഓക്കെ. സി പി സെയിം ആണ്, സി പി 1 രണ്ടിൻ്റെ സി പി സെയിം ആ. സെല്ലിംഗ് പ്രൈസ് 40% കുറഞ്ഞ് 5.3. അപ്പൊ പ്രോഫിറ്റ് എന്ത് പറ്റി? 50% കുറഞ്ഞു. പ്രോഫിറ്റ് 50% കുറഞ്ഞു എന്ന് പറയുമ്പോൾ 2.1 അല്ലേ? ഓക്കെ. പക്ഷെ ഇനി ഇവര് തമ്മിൽ റിലേഷൻ കണ്ടുപിടിക്കണ്ടേ? ഇവരൊന്നും ഒരു ബന്ധവും ഇല്ലല്ലോ. ഇത് മറ്റേ നേരത്തെ ചെയ്ത കണക്കെ 5x 3y അല്ല 3x, ഇവിടെ ആണെങ്കിൽ 2yയും yയും. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? സി പി അല്ലെങ്കിൽ എസ് പി മൈനസ് സി പി ആണല്ലോ പ്രോഫിറ്റ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? എസ് പി മൈനസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സി പി ആയിരിക്കും. ഈക്വൽ അല്ലേ? അപ്പൊ 5x മൈനസ് 2y ഈക്വൽ ടു 3x മൈനസ് y. കാരണം സി പി സെയിം ആന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിൽ നമുക്ക് എന്ത് കിട്ടും? 2x is equal to y എന്ന് കിട്ടും. x by y എന്ന് പറയുമ്പോൾ 1/2 എന്ന് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് അവരുടെ റേഷ്യോ സെറ്റ് ചെയ്യാൻ പറ്റും. സി പി എസ് പി, എസ് പി എത്ര കിട്ടും? എസ് പി എന്ന് പറയുന്നത് 5ഉം 3ഉം തന്നെയാണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടും? 2, 4ഉം 1ഉം. അങ്ങനെയാണെങ്കിൽ സി പി എന്ന് പറയുമ്പോൾ 1ഉം, സോറി ഇവിടെ 2ആയിരുന്നു, 1. ഇത് തന്നെയാണ്. ഓക്കെ. അപ്പൊ റേഷ്യോ എല്ലാം സെറ്റായി. ഇപ്പൊ ഇവരൊക്കെ തമ്മിൽ എല്ലാവരും കണക്ഷൻ ആയി. ഇനി എന്താ പറയുന്നത്? ഇഫ് ദ സെല്ലിംഗ് പ്രൈസ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%. ആക്ച്വലി ഇവന്റെ സെല്ലിംഗ് പ്രൈസ് ഇതാണ്. കാരണം നേരത്തെ ഒരു കണ്ടീഷൻ തന്നതാ, ഇഫ് അങ്ങനെ ആണെങ്കിൽ എന്നൊക്കെ പറഞ്ഞതാ. സെല്ലിംഗ് പ്രൈസ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 20% എന്ന് പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസ് ഇപ്പൊ എത്ര ആയി? 5 എന്നുള്ളത് 6 ആയി. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് പെർസെന്റേജ് എത്ര ആയിരിക്കും? 5/1, 500%. സിമ്പിൾ സാധനങ്ങൾ. Not good, not good, not good. An article when sold at 5. അത് പെട്ടെന്ന് പറ. Fast. അല്ല 50%. 50%. കേട്ടില്ല. 50%. എനിക്ക് 25 എടുത്ത് കുറച്ചധികം നേരായി. ഫസ്റ്റ് നമ്പർ എത്രയാ? നീ ഏതാ ചെയ്തേ? ആദ്യത്തെ അല്ലേ? മേലെ പോയാ? 23 ചെയ്തേ? ഏതാ ചെയ്തേ?
27. വേറെ ഏത് ആൻസർ ഉണ്ട്? 23ന്റെ ആൻസർ വേറെ? അമ്പത്. യെസ്, ഗുഡ് ഗേൾ. ഓക്കെ. മിസ്റ്റേക്ക്, കുഴപ്പമില്ല, സെറ്റായി. നീ എങ്ങനെ ചെയ്തേ? അല്ല, ഞാൻ മറ്റേ രീതിയിൽ തന്നെ ചെയ്തു. എന്താണ്? 4/5 ഓഫ് ഇറ്റ്സ് ഒറിജിനൽ സെല്ലിംഗ് പ്രൈസിനെ ഞാൻ എന്ത് ചെയ്തു? 4/5 ഞാൻ 80 റുപ്പീസ് എന്നും പറഞ്ഞ 80% ആ രീതിക്ക് അങ്ങ് എടുത്തു. 120% ലൈക്ക് 20% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 120% ആണ്. ഞാൻ അത് എടുക്കാൻ മറന്നു. 80 രൂപയ്ക്ക് വിറ്റപ്പോൾ 120% പ്രോഫിറ്റ്. ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് 100% തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര കിട്ടുമെന്നുള്ളതാണ്. എത്ര റേഷ്യോ എത്ര വരുന്നത്? 2:3 150% എന്ന് പറയുമ്പോഴത്തേക്ക് 50% പ്രോഫിറ്റ്. ഓക്കെ. അക്ഷയ് ബെസ്റ്റ് ആർട്ടിക്കിൾ ആൻഡ് മാർക്കറ്റ് 30% കോസ്റ്റ് പ്രൈസ് ആൻഡ് 10% ഡിസ്കൗണ്ട് ഇൻസ്റ്റഡ് ഓഫ്. ഇത് ചെയ്ത പെട്ടെന്ന് ആയിരിക്കും. പെട്ടെന്ന് കിട്ടുന്ന സാധനം അത്. സിമ്പിൾ ആയിട്ട് എങ്ങനെയാ ചെയ്യുന്നത്? മാർക്കറ്റ് പ്രൈസ് 130 വരുന്നത്. 130ന്റെ 10% ഡിസ്കൗണ്ടും 5% ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 5%. അതാണ് 13. അങ്ങനെയാണെങ്കിൽ 100 കണ്ടുപിടിച്ചാൽ മതി. പെട്ടെന്ന് കിട്ടും. 10 പെട്ടെന്ന് കിട്ടും. 100 200 അങ്ങോട്ടല്ലേ വരുന്നത്? 200 അങ്ങോട്ടാ വരുന്നത്. 5% എന്ന് പറയുമ്പോൾ 100 വരുന്നത്. കുഴപ്പമില്ല. 10 അതെ 200. The cost price of 2 bags in the ratio 4:5. These bags are sold at 10. ഓക്കെ, ഒന്നും ചെയ്യുന്നില്ല, തനിയെ ചെയ്ത് നോക്കിയാൽ അതൊക്കെ എളുപ്പമുള്ള സാധനങ്ങൾ. മാർക്കറ്റ് ആൻഡ് ഐറ്റം വരെ 60% അപ്പോൾ CP ആൻഡ് ഐറ്റം. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. 60 മാർക്കപ്പ് ചെയ്ത് 2 ഡിസ്കൗണ്ട് അടിച്ച് ഓവറോൾ കണ്ടുപിടിക്കാൻ പെട്ടെന്ന് കണ്ടുപിടിക്കുക. കാൽക്കുലേഷൻ, അതൊക്കെ കാൽക്കുലേഷനിലാണ് നിൽക്കുന്നത്. ജോണി കാൽക്കുലേറ്റ് പ്രോഫിറ്റ് CP ബൈ ജിനി അറ്റ് സെല്ലിംഗ് പ്രൈസ്. അടുത്ത 27 പെട്ടെന്ന് പറ. ഡൺ. കിട്ടിയാ? ഡി ആണോ 99-100? 99:100. കാരണം ആദ്യത്തേക്ക് ഇങ്ങനെ വരുന്നത്, അവൻ ഫസ്റ്റത്തെ കേസിൽ CPയിലാണ്. CPയിൽ എന്ന് പറയുമ്പോൾ 10% പ്രോഫിറ്റ് 1/10 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് CP വരും, ഇത് പ്രോഫിറ്റ് വരും. അങ്ങനെയാണെങ്കിൽ SP എന്ന് പറയുന്നത് 11 വരും അല്ലേ? 10, 11 വരും. രണ്ടാമത്തെ കേസിൽ പ്രോഫിറ്റ് 10% ആണ്, 1/10 ആണ്. പക്ഷെ കാൽക്കുലേറ്റിംഗ് ഓൺ സെല്ലിംഗ് പ്രൈസ് ആണ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ 1 പ്രോഫിറ്റ് 10 സെല്ലിംഗ് പ്രൈസ്. അങ്ങനെയാണെങ്കിൽ CP 9 വരും. 9 രൂപയുടെ സാധനം 10 രൂപയ്ക്ക് വിറ്റാലും 1 പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ 9:1. പിന്നെ എന്തായാലും CP സെയിം ആയിരിക്കും. സെയിം ആക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? ഇവിടെ 90, ആദ്യത്തെ കേസിൽ 90-ഉം 99-ഉം വരും. അടുത്ത കേസിൽ 90-ഉം 100-ഉം വരും. അപ്പോൾ SP റേഷ്യോ 99:100. ഇതൊക്കെ പെട്ടെന്ന് പ്രോസസ് ആവണം.
സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ. ആകാശ ചാർട്ടുകൾ പെട്ടെന്നേ. നാലായിരം. 4 അതോ 3000? സോറി, അതെ സോറി, 3000 ആണ്. മൾട്ടിപ്ലൈ തെറ്റി. ഹലോ, കിട്ടി. പറയാത്ത തന്നെ. എങ്ങനെ ചെയ്തേ? ബാക്കി രണ്ടാളും ഉറപ്പ്. എങ്ങനെ ചെയ്തേ? ഇതാ 28 എങ്ങനെ ചെയ്തേ? 28 ആകാശ് മറ്റേത് 100ഉം പിന്നെ 110 എടുത്തു. പിന്നെ 95ന്റെ 120% 110 പ്ലസ് മറ്റേ എത്രയാ? അത് ഞാൻ 120 ആ കേസിനെ അല്ലേ കുറച്ചുകൂടെ സിമ്പിൾ പെട്ടെന്ന് ചേഞ്ച്. 100 110 100 രൂപയുടെ സാധനം 110 നമ്മൾ ഓക്കെ പ്രോഫിറ്റ് ആയിട്ട് 10%. 5% ലെസ്സിനാണ് വാങ്ങിച്ചത്. 95-നാണ് വാങ്ങിച്ചതെന്നുണ്ടെങ്കിൽ, അല്ല 95 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് സോൾഡ് ഫോർ 120 റുപ്പീസ് മോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 110 പ്ലസ് 120 ആണെങ്കിൽ 20% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 5:6 അങ്ങ് ഇടുക. അപ്പൊ ആ കേസ് എന്താ എളുപ്പം, എന്താ നമുക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ 19 × 5. ഇവിടെ എന്ത് ചെയ്താൽ മതി? 19 × 6 നോക്കിയത്. 19 × 6 എന്ന് പറയുമ്പോഴേ 6 54 114 പെർസെന്റേജിൽ വരുന്നത്. ഇവിടെ 110ഉം 114. അപ്പൊ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 4%. 120 അങ്ങനെയാണെങ്കിൽ 100 കണ്ടുപിടിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. അത് കിട്ടുന്നില്ല. 500.
ഇത് നോക്കി ചെയ്യാടാ, അല്ല ഇത് പേപ്പറും പേനയൊന്നും വേണ്ട. ഓക്കെ, ഞാൻ പറഞ്ഞേട്ടെ, എഴുതാണ്ട് ഞാൻ പറഞ്ഞ നോക്ക്. ആദ്യത്തെ കേസിൽ 20% മാർക്കപ്പ് ചെയ്തു. 20% മാർക്കപ്പ് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് 100 120 എന്നിട്ട് എന്ത് ചെയ്യാണ്, ഫസ്റ്റത്തെ ഡിസ്കൗണ്ട് കൊടുത്തു. ഫസ്റ്റത്തെ ഡിസ്കൗണ്ട് 10% എന്ന് പറയുമ്പോൾ 120ന്റെ 10% 12 പോയി കഴിഞ്ഞാൽ 108. ഓക്കെ, ക്ലിയർ ആണോ? ഞാൻ എഴുതുന്നില്ല, ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നോക്കാം, പിന്നെ എഴുതാം. അപ്പൊ എങ്ങനെയാ വെച്ചാൽ ഫസ്റ്റത്തെ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 108 ഇനി നമ്മൾ എന്തായാലും ഒരു ഡിസ്കൗണ്ടും കൂടെ കൊടുക്കാനുണ്ട്, അല്ലേ? 2 ഡിസ്കൗണ്ട് ഉണ്ടല്ലോ. അപ്പൊ പറഞ്ഞിരുന്ന എന്താണ്, ഇപ്പൊ ഫസ്റ്റത്തെ ഡിസ്കൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നേരത്തെ എത്രയാണോ പ്രോഫിറ്റ് അതിന്റെ കൂടെ ഒരു 27 കൂടെ കൂടുതൽ കിട്ടിയേനെ, അല്ലേ? അപ്പൊ നേരത്തെ എത്രയായിരുന്നു പ്രോഫിറ്റ്? ശരിക്കും പുള്ളിയുടെ പ്രോഫിറ്റ് എത്രയാ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹോൾ ട്രാൻസാക്ഷനിൽ പ്രോഫിറ്റ് 13 അപ്പം ലാസ്റ്റത്തെ ഡിസ്കൗണ്ട് കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റും, ആ പ്രോഫിറ്റിന്റെ കൂടെ 27 കൂടെ കൂടുതൽ കിട്ടും, 40. 108 എന്ന് പറയുമ്പോഴത്തേക്ക് പ്രോഫിറ്റ് എത്രയാ? 8%. 8%ആണ് 40. അങ്ങനെയാണെങ്കിൽ CP 100 എത്രയാ? 500. പേപ്പർ വേണോ? ഞാൻ CP 13 ശ്രദ്ധിച്ചില്ല. 13 ഞാൻ നോക്കിയില്ല. ശ്രദ്ധിക്ക്, കൊറേയൊക്കെ മാറുക, മാറി അല്ലാണ്ട് ചെയ്ത് ശീലിക്കുക. ഈ ഡെസിമൽ ഒന്നും മനസ്സിൽ ചെയ്യണ്ട, അല്ലാണ്ട് ചെയ്താൽ മതി. അനുരാഗ് ഓടയുടെ 3 ബർഗർ 200 രൂപയ്ക്ക്. ദീപക് ഓടയുടെ 2. ഇതെന്ത് സാധനം? ഓക്കെ, അനുരാഗ് 300. ആവറേജ് ചെയ്യാറിയാല്ല. ഇതൊക്കെ അല്ലേ എത്ര? 3 ബർഗറിന് 200, ഇപ്പൊ മൊത്തം 200 പ്ലസ് 2 ബർഗറിന് 80 വെച്ചിട്ട് 160. മറ്റവനാ 95 × 3 ഡിവൈഡഡ് ബൈ എത്ര വരും? ആദ്യത്തെ 3 പിന്നെയും 3 6 7 8. ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ഐ കാൺട്ട് ടോളറേറ്റ്. ഈ കേസ് നമ്മളെ എളുപ്പത്തിൽ ചെയ്യാൻ വല്ല വഴിയുണ്ടോ? എനിബഡി? ആവറേജിന്റെ ആയ ഒരു ക്വസ്റ്റ്യൻ നോർമലി എങ്ങനെയാ വരുന്നത്? കുഴപ്പം എളുപ്പമൊന്നും വേണ്ട, കാൽക്കുലേഷൻ സ്പീഡ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചെയ്യാം. വേണ്ട, ചെയ്യണ്ട, കുഴപ്പമില്ല, വേണ്ട, അല്ലാണ്ട് തന്നെ ചെയ്താൽ മതി, നോ പ്രോബ്ലം. ലിംസിലൊക്കെ ഇട്ട് കുറവാക്കണ്ട. റോഹൻ സെൽ സൈക്കിൾ ടു മോഹൻ 20% പ്രോഫിറ്റ് ആണ്. മോഹൻ പെട്ടെന്ന് പറ. $3000. ഓക്കെ, ഡൺ. പെട്ടെന്ന് എടുത്തു പോവാം. ടൈപ്പ് ചെയ്യേ, ഇത് നമ്മുടെ നേരത്തെ ടൈപ്പ് അല്ലേ? എന്ത് ടൈപ്പിന് 35 പെർ ലിറ്റർ മിക്സ്ഡ് വിത്ത് 50 രൂപ. 35 രൂപയുടെ പാലും 50 രൂപയുടെ പാലും കൂടെ മിക്സ് ചെയ്ത് 3:2 റേഷ്യോ. അപ്പൊ CP എത്ര ആയിരിക്കും? റേഷ്യോന്റെ സമ്മാണ് മറ്റേന്റെ ഡിഫറൻസ് 15. അപ്പൊ ഇവിടെ 9 വരും. അപ്പൊ വലുതിന്ന് കുറയ്ക്കുക, 41 CP. ഇനി എന്താ പറയുന്നത്? ഫൈൻഡ് ദ സെല്ലിംഗ് പ്രൈസ് സോൾഡ് അറ്റ് 25 പ്രോഫിറ്റ്. അപ്പൊ 41 × 5/4. ചെയ്താൽ അത് പെട്ടെന്ന് കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ. ബൈ സെല്ലിംഗ് ടു ആർട്ടിക്കിൾ മാൻ ആൻഡ് ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് ഓൺ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. CP സെയിം ചെയ്യുന്നില്ല, എളുപ്പം. അടുത്ത വീട് ഷോപ്പ് കീപ്പർ
മുപ്പത്താറ് നമ്മൾ നേരത്തെ ചെയ്തൊരു ടൈപ്പാ. ഫ്രാക്ഷൻ പറഞ്ഞ ആദ്യം ചെയ്യാൻ. അല്ല വേണ്ട, ചെയ്തോ. ഒരാഹാരം നാല് ശതമാനമാണോ? നോക്കട്ടെ. ഫ്രാക്ഷൻ എത്രയാവുന്നേ? 5. അഞ്ച് ശതമാനം കണ്ടുവരൂടാ അല്ലേ? അപ്രോക്സിമേറ്റ് 5 കണ്ടുവരും. ഒന്നുമില്ല, ചെയ്യുന്ന ഓക്കെ അല്ലേ? ചെയ്യുന്ന എങ്ങനെയാ അത്? ഓക്കെ, ഐറ്റംസ് ഉണ്ട് 2, 3, 4. ഓക്കെ, CP തന്നിട്ടുണ്ട് 300, 500, 700. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് കണ്ടുപിടിച്ചാൽ മതി. ആദ്യത്തേല് 300-ന് 10% പ്രോഫിറ്റ് 30 രൂപ, 5% പ്രോഫിറ്റ് 10% 50, 50ന്റെ പാതി 25, 4% 28. ഇനി എന്ത് ചെയ്യുക? ഇത്രയും പ്രോഡക്റ്റുകൾ ഉണ്ടല്ലേ, ഇപ്പൊ എന്ത് വരും? പ്രോഡക്റ്റ് ഉള്ളതുകൊണ്ട് അത് വെച്ച് മൾട്ടിപ്ലൈയും കൂടെ ചെയ്യണം. അപ്പം 30 × 2 60 പ്ലസ് 75 പ്ലസ് 28 56 112 ഡിവൈഡഡ് ബൈ 600 പ്ലസ് 15 പ്ലസ് 28 ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. One and one. 1
നേരത്തെ ചെയ്ത ടൈപ്പാ. പറ. ഞാൻ പോട്ടെ. ഹലോ, ഞാൻ പോകുക. എന്റെ കണ്ണൊക്കെ അടഞ്ഞു പോണം. നീ എവിടെയെങ്കിലും പൊക്കോ. രണ്ടെണ്ണം കൂടെ തീർക്കും. ശരി. മീനാക്ഷി ആ എന്തായി? നിക്കട്ടാ. ഞാൻ പറഞ്ഞല്ലേ നേരത്തെ ആ പ്രോഡക്റ്റിന്റെ ഡിവിഷൻ വരുന്നുണ്ടെങ്കിൽ അത് ബേസ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞില്ലേ. ഇവിടെ പറയുന്നുണ്ടല്ലോ 20% ഓഫ് ദ സ്റ്റോക്ക് ഡിവിഷൻ പറഞ്ഞു, 60% ഓഫ് ദ സ്റ്റോക്ക്. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? രണ്ട് ഡിവിഷൻ പറഞ്ഞു. 20% 1/5 60% 3/5. ഡിനോമിനേറ്ററിന്റെ LCMനെ ടോട്ടലായിട്ട് എടുക്കുക. ടോട്ടൽ സ്റ്റോക്ക് 5. അതില് 20% എന്ന് പറയുമ്പോൾ ഒരെണ്ണം എത്ര രൂപയ്ക്ക് വിറ്റ്? 112 രൂപയ്ക്ക് വിറ്റ്. 60% എന്ന് പറയുമ്പോൾ 3. ടോട്ടലിന്റെ 60% 115 വിറ്റ്. ബാക്കി ഒരെണ്ണം കൂടെ ഉണ്ട്, അത് കത്തിപ്പോയി. അപ്പം 0. മൊത്തം 5 എണ്ണത്തിന് CP 500. മൊത്തം 500 രൂപ. ഇവിടെ എത്രയായി? 112 345. എത്ര വരും? 457 CP SP. അപ്പൊ ലോസ് ആണ്. എത്ര ലോസ്? 3 60 43/500. ഇത്രയും ലോസ് എന്ന് പറയുമ്പോഴത്തേക്ക് 8.6% ലോസ്. ടോട്ടലിന്റെ 8.6% 68880. അടുത്ത ക്വസ്റ്റ്യൻ. ഇരുപത്തിയഞ്ച്. അങ്ങനെ ചെയ്തേ. ഈ 450ന്റെ 6/5 എന്ന് പറയണത് CP അതെത്രയാ? 70. അതെത്രയാ? ഈ 450ന്റെ 5/6 എന്ന് പറയണതാണ് CP. ഓക്കെ, ശരി. നമ്മള് 450 രൂപയ്ക്ക് വിറ്റപ്പോ 20% പ്രോഫിറ്റ് കിട്ടി എന്ന് പറയുമ്പോ 5 6 6 450. അങ്ങനെയാണെങ്കിൽ CP എന്ന് പറയുന്നത് എത്ര വരും? 375 വരും. 375 വരും. ഇതാണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ്. നമുക്ക് ഇവിടെ ഉണ്ടല്ലേ 75 കിലോ ഒരെണ്ണം. ഇവിടെ X ഉണ്ട്, CP അല്ലാതെ എല്ലാം കൂടെ അല്ലേ. ബാക്കി എങ്ങനെ ചെയ്തെന്ന് പറ. പിന്നെ മറ്റേ 75 4 300 അത് കുറയ്ക്കുമ്പോ 75 കിട്ടും. 75 കിട്ടും. അത് ഡിവൈഡഡ് ബൈ 3 25. പ്യുവർ കൺവെൻഷനിൽ പോയല്ലേ. കുഴപ്പമില്ല. അപ്പൊ ഇതിനെല്ലാം കൂടെ അല്ലെങ്കിൽ ഓക്കെ, ഇതെല്ലാം കൂടെ 75 × 4 + X × 3 ആണ് 375. X = 25. ഓക്കെ, കൺവെൻഷനിൽ മതി. ചെല്ല്. ബാക്കി ലെവൽ 2 ചെയ്ത് നോക്ക്. നല്ല രസമാണ്. ലെവൽ 2 ചെയ്യാനുള്ളത്.
ഈ ലെവൽ 2 കൺവെൻഷണൽ അല്ലാണ്ട്